بسم الله الرحمن الرحيم ദീനിന്റെ കാതലാം തൗഹീദിൽ നിന്നു നീ തെന്നിത്തെറിച്ചിടല്ലേ. ശിർക്കെന്ന പാതകം ചെയ്തിന്നു നഫ്സിനെ നീ നരകത്തിലാക്കിടല്ലേ. നീയും നരകത്തിലാക്കിടല്ലേ. തിരുനബി കാട്ടിയ സന്മാർഗപാതയിൽ നിന്നു മകന്നിടല്ലേ. ഖുർആന്റെ കൽപ്പന തള്ളിക്കളഞ്ഞുകൊണ്ട് ഗർവ് നടിച്ചിടല്ലേ. നീയും ഗർവ് നടിച്ചിടല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. സ്നേഹപൂർവം മുസ്ലിങ്ങളോട് എന്ന ഈ പ്രഭാഷണത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ, പള്ളിക്കണ്ടി പ്രദേശത്ത് ഈ പ്രഭാഷണത്തിൽ നിന്ന് പ്രമാണനിബദ്ധമായി വിഷയങ്ങൾ കേൾക്കുവാനും പഠിക്കുവാനും വന്നു ചേർന്നിട്ടുള്ള സഹൃദയരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹു ജീവിതം നൽകിയിട്ട് ഈ പ്രദേശത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരന്മാരെ, സഹോദരികളെ, ഒരു വിഷയം മനുഷ്യ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അടിസ്ഥാനപരമായി ഇഹലോകത്തും പരലോകത്തുമുള്ള രക്ഷയിൽ ഊന്നി നിന്നുകൊണ്ടായിരിക്കുമല്ലോ ആ വിഷയം അവതരിപ്പിക്കേണ്ടത്. വിഷയമാകട്ടെ മുസ്ലിങ്ങളോട് സ്നേഹപൂർവം എന്നുള്ളതാണ്.
സ്നേഹനിർഭരമായി മനുഷ്യനെ സമീപിക്കുകയാണ് ഇസ്ലാഹി പ്രസ്ഥാനം. മുസ്ലിങ്ങളോട് ഉള്ളു തുറന്ന് സംസാരിക്കുമ്പോൾ അതൊരു വിഭാഗത്തോട് മാത്രമുള്ള ഉപദേശ നിർദ്ദേശങ്ങളല്ലെന്ന വസ്തുത തുടക്കത്തിൽ തന്നെ ഞാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയും, സ്വന്തത്തിലേക്കുള്ള ഒരു യാത്ര, ഇസ്ലാമിക സമൂഹം മുസ്ലിങ്ങൾ എന്ന നിലയിൽ അവരിലേക്ക് നടത്തേണ്ട ഒരു യാത്രയെക്കുറിച്ചുള്ള സംസാരമാണിത്. എനിക്ക് നിങ്ങളോട് സാധാരണ കേൾക്കുന്ന പ്രഭാഷണങ്ങൾ പോലെ ഒരു ഹരമായി ഒരിക്കലും നിങ്ങൾ ഈ പ്രസംഗത്തെ കേൾക്കുകയോ വിലയിരുത്തുകയോ ചെയ്യരുത്. എനിക്കും നിങ്ങൾക്കും ഇത് ഉപകാരപ്പെടണം. നമ്മുടെ ജീവിതത്തിൽ ഇത് വഴികാട്ടിയായി നന്മയായി മാറണം. അതിനുള്ള വഴി എന്താണ്? സ്നേഹപൂർവം മുസ്ലിങ്ങളോട് എന്ന ഈ വിഷയത്തിൽ പരന്നു കിടക്കുന്ന കുറേ വിഷയങ്ങളിലേക്കുള്ള ചൂണ്ടുപലകകളാണ് ഞാൻ ഈ സന്ദർഭത്തിൽ നിർവഹിക്കുക. ഒരു വാക്കും സ്വന്തമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ നേതാക്കന്മാർ പറയുന്നു എന്നോ മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനുള്ളത് എന്നൊന്നുമല്ല നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ എന്നോട് നിങ്ങളോടുമാണ് സംസാരിച്ചത്. പ്രിയങ്കരരായ സഹോദരങ്ങളെ, മനുഷ്യകുലത്തോട് മുഴുവനും സംസാരിച്ച അള്ളാഹുവിന്റെ ഗ്രന്ഥം, മാനവരാശിയോട് ഒന്നടങ്കം സംസാരിച്ച പടച്ചതമ്പുരാന്റെ കലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് നെഞ്ചകത്തേക്ക് അള്ളാഹുവിന്റെ റസൂല് ഏറ്റുവാങ്ങിയ വിശുദ്ധ ഖുർആൻ, അറബ് ജനതയിൽ മാത്രമല്ല ലോകത്തിന്റെ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പരിവർത്തനത്തിന് കളമൊരുക്കിയ ഒരു ദൈവിക ഗ്രന്ഥം, അതാണ് ഖുർആൻ. എന്റെ പ്രസംഗം കേൾക്കുന്ന ഓരോ മുജാഹിദിനോടുമാണ് ഞാൻ സംസാരിക്കുന്നത്, ഓരോ മുസ്ലിമിനോടുമാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളുടെ പ്രസ്ഥാനമേതെന്നോ നിങ്ങൾ ഏതൊക്കെ നേതാക്കന്മാരുടെ കീഴിൽ ജീവിക്കുന്നു എന്നതല്ല ഇന്നത്തെ വിഷയം. ആരാണ് മുസ്ലിം? ആരാണ് മുസ്ലിം? മുസ്ലിമിന്റെ ക്വാളിറ്റി എന്താണ്? ഇതര മതവിഭാഗങ്ങളിൽ നിന്നും ജനവിഭാഗങ്ങളിൽ നിന്നും മുസ്ലിമിനെ വേർതിരിച്ചു നിർത്തുന്ന അടിസ്ഥാനപരമായ ഘടകം എന്താണ്? ഒരു ഹിന്ദുമത സമൂഹത്തിൽ ജീവിക്കുന്നവൻ ഞാൻ ഹിന്ദുവാണ് എന്ന് പറയുന്ന പോലെ, ക്രൈസ്തവ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാൾ ക്രിസ്ത്യാനിയാണ് എന്ന് പറയുന്ന പോലെ, മുസ്ലിം കുടുംബത്തിൽ ജനിച്ചൊരുത്തൻ മുസ്ലിം എന്നതല്ല ഇസ്ലാമിന്റെ കൺസെപ്റ്റ്. പിന്നെ ആരാണ് മുസ്ലിം? ആരാണ് യഥാർത്ഥത്തിൽ മുസ്ലിം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഖുർആനിലൂടെ. അതുപോലെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലൂടെ ആരാണ് യഥാർത്ഥമായ മുസ്ലിം? അത് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് മാത്രം പറയുന്ന പേരാണോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് കഴിഞ്ഞു പോയ ജനപദങ്ങളെ മുസ്ലിങ്ങൾ എന്ന് തന്നെയാണോ വിളിച്ചിട്ടുള്ളത്? അടിസ്ഥാനപരമായി ചർച്ച ചെയ്യപ്പെടുകയാണ് ഇവിടെ. മുസ്ലിങ്ങളോട് സംസാരിക്കുകയും അവരുടെ രക്ഷ ഓർത്തുകൊണ്ടുള്ളൊരു സംസാരം. അവർ വഴിതെറ്റിപ്പോയാൽ നാളെ ഭയാനകരമായ നരകത്തിലാണ് അവർ ചെന്നുപതിക്കുക എന്ന ബോധം. അതുകൊണ്ട് പരലോകത്തവർ വിലപിക്കരുത്, പരലോകത്തവർ കരയരുത്. ആമിനയുടെ മകനായി ജനിച്ചിട്ട്, അബ്ദുള്ളയുടെ മകനായി ജനിച്ചിട്ട്, അബ്ദുറഹ്മാന്റെ മകനായി ജനിച്ചിട്ട്, സുബൈറിന്റെ മകനായി ജനിച്ചിട്ട്, അബ്ദുൽ ഖാദറിന്റെ മകനായി ജനിച്ചിട്ട്, അബ്ദുറഹ്മാന്റെ മകനായി ജനിച്ചിട്ട് നാളെ ഒരു മുസ്ലിം നരകത്ത് പോകുന്ന അവസ്ഥയുണ്ടാകരുത്. അതുകൊണ്ടാണ് ഈ വാചകം ബോധപൂർവമായി തെരഞ്ഞെടുത്തതും ബോധപൂർവമായി ഈ വിഷയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകാൻ ഈ സന്ദർഭത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുന്നതും. നമുക്കറിയില്ല നാം എങ്ങനെ മരിച്ചു പോകുമെന്നതിനെ കുറിച്ച് നമുക്കറിയില്ല. അറിയുമോ? നമുക്ക് മുസ്ലിങ്ങളായി ജീവിക്കുന്നുണ്ടോ നമ്മളിവിടെ? എങ്കിൽ മുസ്ലിങ്ങളായിട്ട് മരിക്കാം. മുസ്ലിം കുടുംബത്തിലെ മെമ്പറായിട്ട് ഒരു മുസ്ലിമിന് നിലക്കാത്ത എല്ലാ തിന്മകളും നമ്മൾക്കിടയിലുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ മുസ്ലിങ്ങളായതുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമോ? ഈ വസ്തുതയിലേക്കാണ് എന്റെ വിഷയത്തിന്റെ വിശദാംശങ്ങൾ കടന്നു പോകുന്നത്. ഓരോ മനുഷ്യനോടുമാണ് ഈ സംസാരം. ഞാൻ എന്നോട് സംസാരിക്കുന്നു, നിങ്ങളിൽ ഓരോരുത്തരോടും സംസാരിക്കുന്നു. എന്തായിരിക്കണം എന്നത് വളരെ
ഗൗരവമായി ഓർക്കേണ്ട വിഷയങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് ആരാണ് മുസ്ലിം? മുസ്ലിം എന്നത് ഒരു അറബി പദമാണ്. ഈ പദത്തിന്റെ അർത്ഥം എന്താണ്? കീയൊതുങ്ങിയവൻ. ആർക്ക് കീയൊതുങ്ങിയവൻ? അനുസരണമുള്ളവൻ. ആരെ അനുസരിക്കുന്നവൻ? കീയൊതുങ്ങിയവനാണ്. ആർക്കാണ് ഒരു മുസ്ലിം കീയൊതുങ്ങിയത്? മുസ്ലിമിനെ ഒരു വർഗത്തിന്റെ പേരിലല്ല വിളിക്കപ്പെടുന്നത്. ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്ത് ജീവിക്കുന്നവനെ അങ്ങനെ വിളിക്കുന്ന പോലെ, അല്ലെങ്കിൽ വർദ്ധമാന മഹാവീരന്റെ പേരിൽ അറിയപ്പെടുന്ന പോലെ, ജൈനനെന്നോ ബൗദ്ധനെന്നോ കമ്മ്യൂണിസ്റ്റുകാരനെന്നോ കോൺഗ്രസ്സുകാരനെന്നോ ഒക്കെ അറിയപ്പെടുന്നത് പോലെ ഒരു മുസ്ലിം എന്നത് ഒരു വർഗത്തിന്റെയോ ഒരു സമൂഹത്തിന്റെയോ പേരല്ല. ഈ വസ്തുത ഗൗരവമായി അറിഞ്ഞുകൊണ്ട് വേണം ആരാണ് മുസ്ലിം, ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയണമെങ്കിൽ ആ മുസ്ലിം അള്ളാഹുവിന്. മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ്? അതാദ്യം ചോദിക്കണം. അബ്ദുറഹ്മാൻ, നീ മുസ്ലിമാന്ന് പറയുന്നുണ്ടല്ലോ, നിനക്കതിന്റെ അർത്ഥം അറിയാമോ? ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിയാമോ? അതിന്റെ സാങ്കേതികമായ അർത്ഥമറിയാമോ? ഭാഷാപരമായി മുസ്ലിം എന്ന് പറഞ്ഞാൽ അനുസരണമുള്ളവൻ, കീയൊതുങ്ങിയവൻ, അനുധാവനം ചെയ്യുന്നവൻ എന്നൊക്കെ ആ പദത്തിന് അർത്ഥമുണ്ട്. ആർക്കാണ് അവൻ കീയൊതുങ്ങുന്നത്? അനന്തവിസ്തൃതമായ ആകാശഭൂമികളെ സൃഷ്ടിച്ച പടച്ചതമ്പുരാന്റെ മുമ്പിലുള്ള വിനയപ്പെടൽ, അള്ളാഹുവിനെ അനുസരിക്കുന്നവൻ എന്നാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ. ആരാണ്? അള്ളാഹുവിനെ അനുസരിക്കുന്നവൻ എന്നാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ. അല്ലാതെ പേരുകൊണ്ട് ഞാനിതാ മുസ്ലിം സമൂഹത്തിലെ മെമ്പറായിരിക്കുന്നു എന്നത് പറയാനല്ല, മറിച്ച് അള്ളാഹുവിന് കീയൊതുങ്ങിയവനാകാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്. ഞാൻ ഈ വിഷയത്തിലേക്ക് ദൈർഘ്യമേറി പ്രസംഗിക്കേണ്ട ഒരു സബ്ജക്റ്റാണിത്. പക്ഷേ സമയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട്, എന്റെ യാത്രയുടെ അവസ്ഥകളെ ഓർത്തുകൊണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്ക് ദീർഘമായി കടന്നു പോകാതെ വിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഞാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിലെ 22-ാം അധ്യായം നിങ്ങളുടെ ഓർമ്മയിൽ തെളിഞ്ഞു വരണം. ഖുർആനിലെ 22-ാം അധ്യായം സൂറത്ത് ഹജ്ജ്. പ്രിയപ്പെട്ടവരെ, ഒരു പിൻ ഡ്രോപ്പ് സൈലൻസിൽ നിന്നുകൊണ്ട് ഇതിന്റെ ജീവിതത്തിന് മുതൽക്കൂട്ടാകണമെന്ന് വിചാരിച്ചുകൊണ്ട് വേണം ഓരോ മുജാഹിദും ഇവിടെ ഇരിക്കാൻ. ഇത് മുസ്ലിം സംഘടനകളിലെ ഏതെങ്കിലും ഒരു സംഘടനയെ മൂലക്കിരുത്താനാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു സംസാരം നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. മറിച്ച് മുസ്ലിം സമുദായത്തെ ഞാൻ പറയും, അവരെ മാത്രമാണ് ഞാൻ ഇതിൽ പരാമർശിക്കുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ ജീവിതവുമായിട്ടാണ് അത് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അമ്പിയാക്കളും മുഴുക്കെ ആഗ്രഹിച്ച വളരെ പ്രധാനമായ കാര്യം, അള്ളാഹു തെരഞ്ഞെടുത്ത പ്രവാചകന്മാർ പോലും ആഗ്രഹിച്ചത് മുസ്ലിമായി മരിക്കണേ എന്നാണ്. അള്ളാഹുവിനോട് അവർ അപേക്ഷിച്ചത് പോലും അങ്ങനെയാണ്. ഈ വസ്തുതയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ നിന്നൊരു വചനം ഞാൻ ഉദ്ധരിക്കാം. ഒരു പ്രാർത്ഥനയാണ്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന. ഒരു നബിയുടെ മകൻ യൂസുഫ് അലൈഹിസ്സലാം ബാപ്പ നബിയാണ്, മകനും നബിയാണ്. നൂഹ് അലൈഹിസ്സലാം, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയാണ് ഞാൻ എന്റെ വിഷയത്തിന്റെ തുടക്കത്തിൽ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നത്. അദ്ദേഹം അള്ളാഹുവിനോട് പറയാൻ, റബ്ബിക്കദ് ആതൈതനീ മിനൽ മുൽഖി വഅല്ലംതനീ മിൻ തഅവീലിൽ അഹാദീസി ഫാത്തിറസ് സമാവാതി വൽ അർളി അൻത വലിയ്യി ഫിദ്ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ. വല്ലാത്ത വാക്കുകൾ. യൂസുഫ് നബി അലൈഹിസ്സലാം, റബ്ബിക്കദ് ആതൈതനീ മിനൽ മുൽഖി, അല്ലാഹുവേ, കണ്ടോ, അല്ലാഹുവേ നീ എനിക്ക് രാജാധികാരത്തിൽ നിന്ന് നൽകി. അല്ലാഹുവേ നീ എനിക്ക് രാജാധികാരത്തിൽ നിന്ന് നൽകി. പിന്നെയോ സ്വപ്നവ്യാഖ്യാനമെന്ന അത്ഭുതകരമായ കാര്യം നീ എനിക്ക് നൽകി. സ്വപ്നത്തെ വ്യാഖ്യാനിക്കാനുള്ള കഴിവ് നാഥ നീ എനിക്ക് നൽകി. അൻത വലിയ്യി ഫിദ്ദുനിയാ വൽ ആഖിറ, ആകാശഭൂമികളുടെ തമ്പുരാനാണ് നീ. പഞ്ചായത്തിന്റെ ദൈവമല്ല, ഗ്രാമത്തിന്റെ ദൈവമല്ല, ഒരു ജില്ലയുടെയോ സ്റ്റേറ്റിന്റെയോ പടച്ച തമ്പുരാനല്ല, മറിച്ച് നീ ആകാശഭൂമികളുടെ തമ്പുരാനാണ്, ലോകത്തിന്റെ സിട്ടാവാണ്. സപ്തസാഗരങ്ങളുടെയും സപ്താകാശങ്ങളുടെയും സപ്തഭൂമിയുടെയും അചേതന സചേതനങ്ങളുടെയും എല്ലാറ്റിന്റെയും സിട്ടാവാണ് നീ. സിട്ടാവാണെന്ന് മാത്രമല്ല, അൻത വലിയ്യി ഫിദ്ദുനിയാ വൽ ആഖിറ, ഈ ദുനിയാവിൽ നീയാണ് എന്റെ വലിയ, ആഖിറത്തിലും നീയാണ് എന്റെ വലിയ. കണ്ടോ, ഈ ലോകത്തും നീയാണ് എന്റെ വലിയ, നീയാണ് എന്റെ രക്ഷാധികാരി, മരണാനന്തര ജീവിതത്തിലും നീയാണ് എന്റെ രക്ഷാധികാരി. എന്നിട്ട് പറയുന്നത് തവഫനി മുസ്ലിമൻ, നീ എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണം. കണ്ടോ, ഒരു നബിയായിട്ട് പോലും
അള്ളഹാനോട് രാജാധികാരണ്ടായി. അതൊരു വലിയ കാര്യമായിട്ടൊരു പ്രവാചകൻ കണ്ടില്ല. മനുഷ്യരെ AC കാറുള്ളവർക്ക് തോന്നും അതൊക്കെ വലിയ നേട്ടങ്ങളാണ്. ദുനിയാവിലെ സൗഭാഗ്യങ്ങളൊന്നും സൗഭാഗ്യമല്ല. അതുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞത് എന്ത്? പടച്ചോനെ, രാജാധികാരം വലിയ കാര്യം, വലിയ കാര്യം ആണ് എന്നല്ല പറഞ്ഞത്. അതൊന്നും ഞാൻ കാര്യാക്കണില്ല. സ്വപ്നവ്യാഖ്യാനം എന്ന അത്ഭുതകരമായ കാര്യം നീ എനിക്ക് നൽകി, ഇതൊന്നും ഞാൻ പറയണില്ല, ഇതൊന്നും വലിയതാണ് എന്നും എനിക്ക് എങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത് ഒരു കാര്യമാണ്, അൻത വലിയ്യി ഫിദ്ദുന്യാ വൽആഖിറ, ഈ ദുനിയാവിലും ആഖിറത്തിലും നീയാണ് എന്റെ രക്ഷാധികാരി. തവഫനി മുസ്ലിമൻ, നീ എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണം. കണ്ടോ? അത് പറയുമ്പോ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? യൂസുഫ് എന്നുള്ള പേരിൽ മരിപ്പിക്കണം എന്ന് ആണോ? അല്ല, ഒരു മുസ്ലിം കുടുംബത്തിലെ അംഗത്തിന്റെ മകനായിട്ട് മരിപ്പിക്കണം എന്നാണോ? അല്ല, അള്ളാഹു ഇഷ്ടപ്പെട്ട പോലെ അള്ളാഹുവിന് കീയൊതുങ്ങി അത് ചെയ്യരുത്, അത് ചെയ്യാതെ, അത് നോക്കരുത്, അത് നോക്കാതെ, ഇതെടുക്കരുത്, അതെടുക്കാതെ, അത് ചിന്തിക്കരുത്, അത് ചിന്തിക്കാതെ, ഇത് കാണരുത്, അത് കാണാതെ, ഇത് കേൾക്കരുത്, അത് കേൾക്കാതെ, ഇങ്ങനെ ജീവിക്കണം. അങ്ങനെ ജീവിച്ചുകൊണ്ട് അള്ളാഹുവേ, നിനക്കിഷ്ടപ്പെട്ട വിധത്തിൽ നിന്നെ അനുസരിക്കുന്ന അക്ഷരാർത്ഥത്തിലെ ഒരു മുസ്ലിമായി നീ എന്നെ മരിപ്പിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. സഹോദരങ്ങളെ, ഒരു നബി ആയിട്ട് പോലും എല്ലാം തികഞ്ഞു എന്ന് വിചാരിക്കുകയല്ല. അള്ളാഹുവിനോട് ഹൃദയത്തെ തട്ടി റബ്ബി റബ്ബിക്കത് ആതൈതനി, പടച്ചോനെ, റബ്ബേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പടച്ചവനെ, നീ എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണം, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നീ എന്നെ ചേർക്കുകയും വേണം. ഇതാണ് ഒരു മുസ്ലിം എപ്പോഴും ജാഗ്രതയോടെ കേൾക്കേണ്ട കാര്യം. ഈ പള്ളിക്കണ്ടിയിലെ കൊച്ചുകുടിലുകളിൽ താമസിക്കുന്ന മുസ്ലിങ്ങളെ നാം ആലോചിച്ചിട്ടുണ്ടോ മരിച്ചു പോകുമെന്ന യാഥാർത്ഥ്യത്തെ കുറിച്ച്? അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുകയാണ് ഖുർആനിൽ മറ്റൊരിടത്ത്, ഓർക്കണം, ഓരോരുത്തരും ഓർക്കണം, മുസ്ലിങ്ങളോട് സ്നേഹനിർഭരമായ ഒരു സംസാരമാണിത്. അരുത് ഈ കാക്ക, മോനെ അനുജ, അരുത്, ഇത് അപകടമാണ്. മോനെ പുകവലിക്കല്ലേ, കള്ളു കുടിക്കല്ലേ, കഞ്ചാവടിക്കല്ലേ, ബ്രൗൺ ഷുഗറിന് അടിമപ്പെടല്ലേ, പലിശക്ക് കൊടുക്കല്ലേ, മദ്യപാനത്തിന് അടിമപ്പെടല്ലേ, ശിർക്ക് ചെയ്യല്ലേ, അള്ളാഹുവിനെ ധിക്കരിക്കല്ലേ, കേരംസ് കളിച്ച് നമസ്കാരം ഉപേക്ഷിക്കല്ലേ, ഇങ്ങനെ തുടങ്ങി അരുത് മോനെ അനുജ, അരുത് ഇക്കാക്കമാരെ, അരുത് ബാപ്പമാരെ, അരുത് ഉമ്മമാരെ, അരുത് സഹോദരിമാരെ എന്ന് വിളിച്ചു പറയാനാണ് ഈ പ്രസംഗം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിവിടെ റെക്കോർഡ് ചെയ്യപ്പെടുകയും നാളെ മനുഷ്യന്റെ മനസ്സിൽ ചിന്തകളുടെ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇത് കടന്നു പോവുകയും ചെയ്യും. നന്മ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നവരുടെ മനസ്സുകളിൽ അള്ളാഹു തൗഫീക്ക് ചെയ്താൽ ഇത് സ്വാധീനം ചെലുത്തും. മനുഷ്യന്റെ ചിന്തകളെ ഇത് പിടിച്ചു കുലുക്കും, മനുഷ്യനെ ഇത് ഇരുത്തി ചിന്തിപ്പിക്കും ഇൻഷാ അല്ലാഹ്. കാരണം ഇത് റബ്ബിന്റെ കലാമാണ്. നിഗന്ധങ്ങളെ, ലോകങ്ങളെ, അതുപോലെ അതിർവരമ്പുകളെ അതിലംഘിച്ചുകൊണ്ട് ജൈത്രയാത്ര നടത്തിയ പടച്ചതമ്പുരാന്റെ കലാമിൽ 3-ാം അധ്യായത്തിലെ 102-ാമത്തെ വചനം ഞാൻ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. സാഹൂദം നിങ്ങൾ കേൾക്കണം. ഓരോ വ്യക്തിയും ഇൻഡിവിജ്വലായി, ഞാൻ നാളെ ഖബറിൽ കിടക്കേണ്ടി വരും. ഖബറിൽ ഞാൻ ഏകാന്തനാണ്, ഒറ്റക്കാണ്. എന്റെ കൂടെ ഭാര്യയില്ല, എന്റെ കൂടെ പ്രിയപ്പെട്ട മക്കളില്ല, എന്റെ മാതാപിതാക്കളില്ല, എന്റെ കളിക്കൂട്ടുകാരില്ല, എന്റെ ചങ്ങാതിമാരില്ല, തെമ്മാടിത്തത്തിൽ എന്നോടൊപ്പം ഒന്നിച്ചു വന്നവരില്ല. ഞാൻ ഖബറിൽ ഏകനാണ്. ആ ഖബറിൽ ഏകനാകുന്ന പോലെ ഈ പ്രസംഗവേദിയിൽ, സദസ്സിൽ നിങ്ങളൊക്കെ ഏകരാണ്. ഏകരായിട്ട് നിങ്ങളിത് കേൾക്കണം. ആരൊക്കെ നിങ്ങളോട് സംസാരിക്കാൻ വന്നാലും ഇപ്പോൾ അത് കേൾക്കാതെ ഇത് കേൾക്കുക എന്ന മൗലിക ലക്ഷ്യത്തിൽ അങ്ങുമിങ്ങും ശ്രദ്ധ തെറ്റിപ്പോകാതെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ ഇതൊരു മുതൽക്കൂട്ടായിരിക്കും ഇൻഷാ അല്ലാഹ്. ഇത് അല്ലാഹു നൽകിയ ഒരു ഓഫറാണ്, വാഗ്ദാനമാണ്. അത് ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്തു ആൽ ഇംറാൻ 102-ാമത്തെ വചനത്തിൽ പറയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. ഹഖ്ഖ തുഖാതിഹി, സൂക്ഷിക്കേണ്ട മുറപ്രകാരം. കണ്ടോ? നിങ്ങൾ അല്ലാഹുവിനെ തഖ്വയുള്ളവരാകണം, അല്ലാഹുവിനെ സൂക്ഷിക്കണം. സൂക്ഷിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. പിന്നെ അല്ലാഹു പറയുന്ന വാക്കെന്താ? ശ്രദ്ധിച്ചോളൂ. ഓരോ ഭവനങ്ങളിലിരുന്ന് ഓരോ മുസ്ലിങ്ങളും കേട്ടോളൂ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിച്ചു പോകരുത് എന്നാണ് അല്ലാഹു നമ്മളോട് പറയാൻ. മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ? ഭാസ്കരൻ എന്നുള്ള പേര് ഉണ്ടായിക്കൊണ്ട് മരിക്കരുത് എന്നാണോ? അബ്ദുറഹ്മാൻ എന്നുള്ള പേരിട്ടുകൊണ്ട് മരിക്കണം എന്നാണോ?
ആമിന എന്ന് പേരുണ്ടായാ മതി എന്നാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞത്? അല്ല, അള്ളാനെ സൂക്ഷിക്കേണ്ട പ്രകാരം സൂക്ഷിച്ച് ജീവിച്ച് മുസ്ലിമാകണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 3-ാം അധ്യായം 102-ാമത്തെ വചനത്തിൽ പറഞ്ഞത്. 103-ൽ വീണ്ടും പറഞ്ഞു, വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണം. നിങ്ങൾ ഭിന്നിച്ചു പോകരുത്, നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുകയും അള്ളാഹനെ സൂക്ഷിക്കേണ്ട പ്രകാരം സൂക്ഷിക്കുകയും വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. പാനൂർ എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ ഒരു പ്രദേശത്ത് സിനിമാ തിയേറ്ററിൽ വാൽക്കണിയിൽ വെച്ച് ഒരു മുസ്ലിം മരിച്ചു പോവുകയാണ്. ഒരു രാത്രി ആളെ കാണാതെ വന്ന് പിറ്റേന്ന് അന്വേഷിച്ച് ഒരു സഹോദരന്റെ അറിവ് പ്രകാരം ഇന്നലെ സിനിമക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് സിനിമാ തിയേറ്ററിൽ ഉച്ച സമയത്ത് പോയി നോക്കുമ്പോ വാൽക്കണിയിൽ ഇരുന്ന് മരിച്ചിരിക്കുന്നു. ആ ഇരുന്ന ഇരിപ്പിൽ ശരീരം നൂർത്തി കഫൻ ചെയ്യാൻ പോലും കഴിയാതെ കസേലയിൽ ഇരുന്ന പോലെ കൊണ്ടുപോയി ഖബറടക്കുകയാണ്. സഹോദരങ്ങളെ, നാളെ ഖബറിൽ അങ്ങനെ, മഹ്ശറയിൽ അങ്ങനെ എന്തൊരു ദുര്യോഗമായിരിക്കും. ഹറാമായ സിനിമ കണ്ടുകൊണ്ടാണ് മരിച്ചു പോകുന്നത്. അല്ല പറയുന്നതോ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മദ്യശാപ്പിലിരുന്ന് തമ്മിൽ തല്ലുകൂടി കുപ്പി പൊട്ടിച്ച് പണ്ടത്ത് കയറ്റി കൊല്ലുമ്പോ ഓർക്കണം, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്ന് അല്ല പറഞ്ഞപ്പോ അത് ചെവി കൊടുക്കാൻ മുജാഹിദുകൾക്ക് നിങ്ങൾ ചെവി തരണം എന്ന് ഞങ്ങൾ പറയുന്നില്ല. മുജാഹിദ് ബാലുശ്ശേരിക്ക് നിങ്ങൾ ചെവി തരണം എന്ന് പറയുന്നില്ല. അള്ളാഹുവിന്റെ കലാമിന് ചെവി കൊടുക്കാൻ നമ്മൾ തയ്യാറുണ്ടോ? മുസ്ലിങ്ങൾ തയ്യാറുണ്ടോ? നമ്മൾ ആരാ? ഇതര മതവിഭാഗത്തിൽ നമ്മുടെ വ്യത്യാസം എന്താ? ഞാനൊരു ഹിന്ദുവാണെന്ന് ഭാസ്കരൻ പറയുന്ന പോലെ, ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് ക്രിസ്ത്യാനി പറയുന്ന പോലെ, ഞാനൊരു മുസ്ലിമാണെന്ന് വെറുതെ പറയാൻ പറ്റുമോ? സ്വാഭാവികമായി മുസ്ലിം എന്ന പദത്തിന്റെ അർത്ഥം അള്ളാഹുവിനെ അനുസരിക്കുന്നവൻ എന്നാണ്. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവൻ എന്നാണ് ആ വിശാലമായ അർത്ഥം. അള്ളാഹുവിനെ അനുസരിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹിന്റെ സുന്നത്ത് അനുസരിച്ചിട്ടുണ്ടോ? ജീവിത സരണിയിൽ നന്മ നിറഞ്ഞ ജീവിതം നയിച്ചിട്ടുണ്ടോ? വല്ലാത്ത ചോദ്യം, എന്നോടുള്ള ചോദ്യം. നിങ്ങളിലേക്ക് ഞാൻ വിരൽ ചൂണ്ടുമ്പോ 3 വിരലുകൾ എന്റെ നേരെ വരുന്നുണ്ട്. എനിക്കതിന് സാധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം തീർന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, മില്ലത അബീകും ഇബ്രാഹിം ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ. വല്ലാത്ത വാക്ക്. എന്താ പറഞ്ഞത്? മില്ലത അബീകും ഇബ്രാഹിം ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ ഖബ്ല വ ബിഹാദാ. വല്ലാത്ത വാക്കുകളാണ്. അതെ, നിങ്ങൾ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണ്. നിങ്ങൾക്ക് അല്ലാഹു മുസ്ലിങ്ങൾ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു. കണ്ടോ? പൂർവ്വവേദങ്ങളിൽ നിങ്ങളുടെ പേരെങ്ങനെയാ? പൂർവ്വവേദത്തിൽ നിങ്ങൾ മുസ്ലിങ്ങളാണ്, തൗറാത്തിൽ നിങ്ങൾ മുസ്ലിങ്ങളാണ്, ഇഞ്ചീലിൽ നിങ്ങൾ മുസ്ലിങ്ങളാണ്, സബൂറിൽ നിങ്ങൾ മുസ്ലിങ്ങളാണ്, ഇബ്രാഹിം നബിക്ക് നൽകപ്പെട്ട ഗ്രന്ഥത്തിൽ നിങ്ങൾ മുസ്ലിങ്ങളാണ്. അപ്പോൾ പൂർവ്വവേദങ്ങളിലും നിങ്ങളുടെ പേര് മുസ്ലിങ്ങൾ എന്നാണ്, ഖുർആനിലും നിങ്ങളുടെ പേര് മുസ്ലിങ്ങൾ എന്നാണ് എന്ന് അള്ളാഹു പറയും. ആയത്ത് അവസാനി 22-ാം അധ്യായം സൂറത്ത് ഹജ്ജ് 78-ാമത്തെ വചനം. ആ ബാക്കി ഭാഗം എന്താണെന്നറിയാമോ? അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് സാക്ഷിയായ പോലെ ലോക ജനങ്ങൾക്ക് നിങ്ങൾ സാക്ഷിയാകണം. റസൂല് സാക്ഷിയായി. എങ്ങനെ? അള്ളാഹുവിന്റെ റസൂല് നിങ്ങൾക്ക് സാക്ഷിയായ പോലെ നിങ്ങൾ സാക്ഷിയാകണം. ജീവിതത്തിൽ ഒരിക്കലും പുകവലിച്ചിട്ടുണ്ടോ റസൂൽ? ജീവിതത്തിൽ ശിർക്ക് ചെയ്തിട്ടുണ്ടോ റസൂൽ? ജീവിതത്തിൽ റസൂല് സ്ത്രീധനം വാങ്ങിയിട്ടുണ്ടോ? ജീവിതത്തിൽ റസൂല് കള്ളം പറഞ്ഞിട്ടുണ്ടോ? ജീവിതത്തിൽ റസൂല് പലിശയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? അപ്പൊ റസൂല് ജീവിച്ച പോലെ, റസൂല് മാതൃക കാണിച്ച പോലെ നിങ്ങളും മാതൃക കാണിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവനാണ് മുസ്ലിം. വദാലിക്കൽ മുസ്ലിം. അവനാണ് മുസ്ലിം. ആരാണ് മുസ്ലിം? അവനാണ് മുസ്ലിം. ആരാണ് മുസ്ലിം? അള്ളാഹുവിന്റെ റസൂൽ ലോകത്തിന് സാക്ഷ്യം വഹിച്ച പോലെ. നബി എന്നെ സ്വത്ത് അപഹരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടിച്ചുപൊളി ജീവിതം നയിച്ച് യാതൊരു ബോധവും ഇല്ലാതെ ജീവിച്ച് മരിച്ച ആണോ? ഗൗരവമായി ആലോചിക്കണം. റസൂല് നിങ്ങൾക്ക് സാക്ഷിയായ പോലെ നിങ്ങൾ റസൂല് ജനങ്ങൾക്ക് നിങ്ങൾ സാക്ഷിയാകണം. ആരാ മുസ്ലിം? ഭാസ്കരൻ കള്ളു കുടിക്കുന്നു, മുസ്ലിമും കള്ളു കുടിക്കുന്നു. അങ്ങനെയാ? ഭാസ്കരനേക്കാൾ മോശമായി വ്യഭിചരിക്കുന്ന മുസ്ലിം, അങ്ങനെയാ? അല്ല. പിന്നെയോ? നിങ്ങൾ ലോകർക്ക് വേണ്ടിയാണ്. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ്? നിങ്ങൾ ലോകർക്ക് വേണ്ടിയാണ്.
ഭാസ്കരനെ കണ്ട് നീ പഠിക്കുന്ന അവസ്ഥയുണ്ടാകരുത്. നിന്നെ കണ്ട് ഭാസ്കരൻ പഠിക്കണം, നിന്നെ കണ്ട് സുരേന്ദ്രൻ പഠിക്കണം, നിന്നെ കണ്ട് ജൈനം പഠിക്കണം, നിന്നെ കണ്ട് ബുദ്ധൻ പഠിക്കണം. നിന്നിൽ നിന്നായിരിക്കണം എല്ലാ നന്മകളും ലോകം ഉൾക്കൊള്ളേണ്ടത്. നിനക്ക് മറ്റൊരാളിൽ നിന്ന് നന്മ ഉൾക്കൊള്ളുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. കാരണം നീ ലോകർക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവനാണ്. ഈ വസ്തുതയിലേക്കാണ് ഖുർആൻ വിരൽ ചൂണ്ടുന്നത്. കേട്ടോ, യാ അയ്യുഹല്ലദീന ആമനൂ. ഓർക്കണം, ഇതൊക്കെ ഖുർആനിക വചനമാണ്. എന്റെ വകയായ ഒന്നും പറയുന്നില്ല. അധ്യായ നമ്പർ ഞാൻ പറയുന്നുണ്ട്, ആയത്ത് നമ്പർ ഞാൻ പറയുന്നുണ്ട്. പരിശോധനയ്ക്ക് നിങ്ങൾ വിധേയമാക്കണം. ഓരോ രംഗങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഒരു മുസ്ലിം എന്ത് വിശ്വസിക്കണം, ഒരു മുസ്ലിം എന്ത് വിശ്വസിച്ചുകൂടാ, ഒരു മുസ്ലിം എന്താചരിക്കണം, ഒരു മുസ്ലിം എന്താചരിച്ചുകൂടാ, ഒരു മുസ്ലിം എങ്ങനെ സംസാരിക്കണം, ഒരു മുസ്ലിം എങ്ങനെ സംസാരിച്ചുകൂടാ, ഒരു മുസ്ലിം എങ്ങനെ സമ്പാദിക്കണം, ഒരു മുസ്ലിം എങ്ങനെ സമ്പാദിച്ചുകൂടാ, ഒരു മുസ്ലിം എങ്ങനെ കച്ചവടം ചെയ്യണം, ഒരു മുസ്ലിം എങ്ങനെ കച്ചവടം ചെയ്തുകൂടാ, ഒരു മുസ്ലിം എങ്ങനെ കുളിക്കണം, ഒരു മുസ്ലിം എങ്ങനെ കുളിച്ചുകൂടാ, ഒരു മുസ്ലിം എങ്ങനെ ദന്തശുദ്ധി വരുത്തണം, ഒരു മുസ്ലിം എങ്ങനെ ദന്തശുദ്ധി വരുത്തിക്കൂടാ, ഒരു മുസ്ലിം എങ്ങനെ വസ്ത്രം ധരിക്കണം, ഒരു മുസ്ലിം എങ്ങനെ വസ്ത്രം ധരിച്ചുകൂടാ, ഒരു മുസ്ലിം സ്ത്രീ ഏത് വേഷമണിയണം, ഏത് വേഷമണിഞ്ഞുകൂടാ, ഒരു മുസ്ലിം സ്ത്രീ ആരെ നോക്കണം, ആരെ നോക്കിക്കൂടാ, ഒരു മുസ്ലിം സ്ത്രീ ആരുടെ മുമ്പിൽ സൗന്ദര്യം പ്രകടിപ്പിക്കണം, ആരുടെ മുമ്പിൽ സൗന്ദര്യം പ്രകടിപ്പിച്ചുകൂടാ. അങ്ങനെ എ ടു സെഡ് വിശ്വാസകർമ്മ, ആചാര, കൗടംബിക, വിശ്വാസ, ദാമ്പത്തിക, സാമ്പത്തിക, ആപാദ ചൂട മേഖലകളിൽ ഇസ്ലാം ഒരു മുസ്ലിമിന്റെ മുമ്പിൽ എങ്ങനെ വരച്ചു കാണിച്ചുവോ അങ്ങനെ ജീവിച്ച് ഇതാ നീ അവനെ കണ്ടുപഠിക്ക്, ഇതാ നീ ഇവനെ കണ്ടുപഠിക്ക്. എങ്ങനെ? നിങ്ങൾക്കറിയോ, ലോകത്ത് ഇന്തോനേഷ്യയിലാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം നാമധാരികൾ ഉള്ളത്. ഇന്തോനേഷ്യയിലാണ് ലോകത്ത് ഷിർക്കിന്റെ കൂടാരമുള്ളത്. ഇന്തോനേഷ്യയിലാണ് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ വ്യഭിചരിക്കുന്നത്. ഇന്തോനേഷ്യയിലാണ് ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ അപമതിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം ഉള്ള രാജ്യം നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യമാണ്. എങ്ങനെ? ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നില്ല, വട്ടപൂജ്യമായിരുന്നു. AD 50കളിൽ ഇസ്ലാമിന്റെ പ്രവേശന കാലഘട്ടം, പ്രവാചക തിരുമേനിയുടെ കാലഘട്ടങ്ങളിൽ മാലിക് ബിൻ ദീനാറും കൂട്ടരും കേരളത്തിൽ വന്നു, കൊടുങ്ങല്ലൂർ വന്നു. അറിയാം എല്ലാവർക്കും. എന്തേ? അവര് വന്നിട്ട് ആദ്യമായി ഇന്ത്യയിലെ, കേരളത്തിലെ ഹൈന്ദവ സഹോദരങ്ങൾ അവർക്ക് കരിക്ക് കൊടുത്തു, ഇളനീര് കൊടുത്തു. ആരാണ് മുസ്ലിം എന്ന ചർച്ച, മുസ്ലിങ്ങളോട് സ്നേഹപൂർവം എന്ന ചർച്ചയിലെ കാതലായ വശങ്ങളിൽ ഒന്നാ പറയുന്നത്. മാലിക് ബിൻ ദീനാറും കൂട്ടരും വന്നപ്പോ അവരുടെ കൈകളിൽ ഇളനീരിന്റെ മുഖഭാഗം ചെത്തിയിട്ട് അവരുടെ മുമ്പിലേക്ക് നീട്ടി. മാലിക് ബിൻ ദീനാറും കൂട്ടരും പറഞ്ഞു, ഞങ്ങൾക്കിത് വേണ്ട. ഇതിന്റെ സ്രോതസ് എന്താണ്? ഇതാരുടേതാണ്? ഇത് മറ്റുള്ളവന്റെ പറമ്പിൽ നിന്ന് ഇട്ടതാണോ? മറ്റുള്ളവന്റെ തെങ്ങിൽ കയറി നിങ്ങൾ പറിച്ചെടുത്തതാണോ? ഇത് അനുവാദമുള്ളതാണോ? ഇത് ഹലാലാണോ? ഇത് ഇഷ്ടഭക്ഷണമാണോ? അതല്ല അന്യന്റെ അപഹരിച്ചതാണോ? ചോദിച്ചു. അവർ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവർ കുടിച്ചു, അവർ ഭക്ഷണം കഴിച്ചു. ഭക്ഷണത്തിന്റെ ഹലാലും ഹറാമും അവർ വേർതിരിച്ചു. നല്ല സമ്പാദ്യത്തിൽ നിന്ന് അവർ ഭക്ഷിച്ചു. പല്ലിൽ കുത്താൻ ഒരു ഈർക്കൽ കൊടുത്തപ്പോ മാലിക് ബിൻ ദീനാറും കൂട്ടരും ചോദിച്ചത്രേ, ഈ ഈർക്കൽ ആരുടെ തെങ്ങിൽ നിന്ന്, ആരുടെ അനുവാദമില്ലാതെ എടുത്തതാ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട. പല്ലിൽ കുത്തുന്ന ഒരു ഈർക്കൽ പോലും അന്യന്റേതായി പോയാൽ അത് വേണ്ട എന്ന് പറയാൻ മാത്രം ശ്രേയസ്കരമായ ഒരു സംസ്കാരത്തിന്റെ ഉന്നത സോപാനങ്ങളിലേക്ക് ഇസ്ലാം മനുഷ്യനെ കൈപിടിച്ചുയർത്തിയെങ്കിൽ അന്യന്റെ അപഹരിക്കുന്ന, ബൈക്ക് മോഷ്ടിക്കുന്ന, അന്യന്റെ സ്വത്ത് അപഹരിക്കുന്ന, അന്യന് മാനഭംഗപ്പെടുത്തുന്ന, പെൺകുട്ടികളെ വ്യഭിചരിക്കുന്ന, ഹറാമുകളെ സമ്പാദിക്കുന്ന, അറബി നാട്ടിൽ അറബികളെ യതീംഖാനയിൽ ചേർത്തി തിരിച്ചു പോരുന്ന മുസ്ലിങ്ങളെ നിങ്ങളോട് സ്നേഹപൂർവം നാം എവിടെ നിൽക്കുന്നു എന്നോർക്കണം. മാർമഡ്യൂക്ക് പിക്താൾ കേട്ടിട്ടുണ്ടോ? ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റർ ആയിട്ടുള്ള, ഖുർആൻ പരിഭാഷ എഴുതിയിട്ടുള്ള മാർമഡ്യൂക്ക് പിക്താൾ എങ്ങനെയാണ് ഇസ്ലാം സ്വീകരിച്ചത് എന്ന് നിങ്ങൾക്കറിയാമോ? വീട്ടുവേല ചെയ്തിരുന്ന ഒരു ഭൃത്യന്റെ യഥാർത്ഥ ഇസ്ലാമിക സ്വഭാവം കണ്ടിട്ടാണ് മാർമഡ്യൂക്ക് പിക്താൾ ഇസ്ലാം സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. ലോകത്ത് ഈ കേസറ്റ് വ്യത്യസ്ത ദിക്കുകളിൽ ഇൻഷാ അല്ലാഹ് അറബ് രാജ്യങ്ങളിൽ, വേൾഡ് ലെവലുകളിൽ എല്ലാം എത്തുമെന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണെങ്കിൽ അത് നടക്കും. അവിടെ റൂമുകളിൽ നിന്ന് കേൾക്കുമ്പോൾ, അതുപോലെ ഇന്റർനെറ്റ് വഴി ആസ്വദിക്കുമ്പോൾ, അതുപോലെ ബൈലക്സിലൂടെ കേൾക്കുമ്പോൾ, ഈ പ്രസംഗം നാളെ ജനങ്ങളുടെ കൈകളിൽ എത്തുമ്പോൾ ഓർക്കുക, മാർമഡ്യൂക്ക് പിക്താൾ ഇസ്ലാം സ്വീകരിക്കുന്നത് അദ്ദേഹം ടെറസിന്റെ മുകളിൽ നിൽക്കുകയായിരുന്നു. തൊട്ടപ്പുറത്തുള്ളൊരു മുതലാളി
അയാളുടെ തൊഴിലാളിയെ, അയാളുടെ ഭൃത്യനെ ക്രൂരമായി മർദ്ദിക്കുന്നുണ്ടെങ്കിലും ആ കുട്ടി അടി കൊണ്ടുകൊണ്ടേയിരിക്കുന്നു. കയ്യും കെട്ടി തലതാഴ്ത്തി നിന്ന് യജമാനന്റെ മർദ്ദനം സഹിച്ചുകൊണ്ടേയിരിക്കുന്നു. തിരിച്ചു പ്രതികരിക്കുന്നില്ല, ആർത്ത് കരയുന്നില്ല, തിരിച്ചക്രമിക്കുന്നില്ല, പല്ല് ഞെരിക്കുന്നില്ല. മാർമെടുക്ക് പിക്താൾ തന്റെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വേഗതയിൽ കോണിപ്പടി ചാടിയിറങ്ങി ഓടി വന്നിട്ട് ചോദിച്ചു, മോനെ എന്തിനിങ്ങനെ തല്ലുകൊള്ളണം? എന്തിന് നീ ഇങ്ങനെ തല്ലുകൊള്ളണം? നിനക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ, നിന്റെ യജമാനേക്കാൾ ആരോഗ്യമുണ്ടല്ലോ, തിരിച്ചു തല്ലാമായിരുന്നില്ലേ? മാർമെടുക്ക് പിക്താളിന്റെ മുഖത്ത് നോക്കി അടി കൊണ്ടുകൊണ്ടിരുന്ന ഭൃത്യൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഏയ്, ഞാൻ ഇദ്ദേഹത്തിന്റെ അടിമയാണ്, ഇദ്ദേഹം എന്റെ യജമാനനാണ്. ഞാൻ ഇദ്ദേഹത്തോട് ശമ്പളത്തെക്കാൾ ഉപരിയായി എന്റെ ആവശ്യം കൂടി വന്നപ്പോ അല്പം പണം കടം ചോദിച്ചു. ആ കടം ചോദിച്ചതിന്റെ ഡേറ്റ് ഇന്നലെ കഴിഞ്ഞുപോയി. അത് ചോദിച്ചുകൊണ്ടാണ് എന്നെ മർദ്ദിക്കുന്നത്. എന്റെ വാക്ക് പാലിക്കാൻ ആത്മാർത്ഥമായി ഞാൻ ശ്രമിച്ചെങ്കിലും എന്റെ ബലഹീനത കൊണ്ട്, എന്റെ ദാരിദ്ര്യം കൊണ്ട്, എന്റെ കഴിവില്ലായ്മ കൊണ്ട്, എന്റെ സാധാരണത്വം കൊണ്ട് അത് നടക്കാതെ പോയി. അതുകൊണ്ട് തന്നെ ചോദിക്കാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. യഹൂദന്റെ കൈകളിൽ നിന്ന് പണം വാങ്ങിയ റസൂലിനെ യഹൂദൻ ഗരാവോ ചെയ്തപ്പോ അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന്റെ ഇഷ്ടം ചെയ്തു കൊള്ളട്ടെ എന്ന് പറഞ്ഞ ആ ഇഷ്ടത്തിന് നിന്നുകൊടുത്തിട്ടുണ്ട്. ഞാൻ മുഹമ്മദ് നബിയെ അനുസരിക്കുന്നവനാണ്. ഞാനെങ്ങാനും ഈ യജമാനനെ തിരിച്ചു തല്ലിയാൽ അതിനുള്ള കഴിവെനിക്കുണ്ട്, അയാളെ പിടിച്ചുന്താനുള്ള കഴിവെനിക്കുണ്ട്. പക്ഷേ ഒരേ സമയത്ത് രണ്ട് തെറ്റ് ചെയ്തവൻ ഞാനായി പോകും. ഒന്ന്, യജമാനനോട് പണം വാങ്ങി കൃത്യത്തിന് കൊടുക്കാത്ത പാപവും, രണ്ട്, അത് ചോദിച്ചതിന്റെ പേരിൽ യജമാനന് തിരിച്ചു തല്ലിയ പാപവും. ഇങ്ങനെ രണ്ട് പാപവുമായി പടച്ച തമ്പുരാനെ കണ്ടുമുട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന ഭൃത്യന്റെ വാക്കുകൾ മാർമെടുക്ക് പിക്താളിന് ഇസ്ലാമിലേക്ക് കവാടമൊരുക്കി. നോക്കണം, ഒരു വീട്ടിൽ ജോലി ചെയ്ത സാധാരണക്കാരന്റെ സത്യസന്ധത കണ്ട് മാർമെടുക്ക് പിക്താൾ ഇസ്ലാം സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ ദേവത്തിലൂടെ ഒരുപാട് ആളുകൾ ഇസ്ലാമിൽ വരികയും ചെയ്തു. ആ ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് വരുമ്പോഴും ഭൃത്യനായി ജീവിച്ച സത്യസന്ധനായ യഥാർത്ഥ മുസ്ലിമായ ആ ഭൃത്യന്റെ ക്വാളിറ്റി ഒരിക്കലും നശിക്കാത്തതാണ്. അവന് പുണ്യം കിട്ടിക്കൊണ്ടേയിരിക്കും. അതാണ് ഒരു യഥാർത്ഥ മുസ്ലിം. വദാലിക്കൽ മുസ്ലിം. അൽ മുസ്ലിം. ആരാ മുസ്ലിം? റസൂലുള്ളാഹി പറയാൻ, അൽ മുസ്ലിം. ആരാണ് യഥാർത്ഥത്തിൽ മുസ്ലിം? അറിയുക. അൽ മുസ്ലിം മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനി വയദിഹി. ഒരു മുസ്ലിമിന്റെ കൈകളിൽ നിന്ന് ഒരു മുസ്ലിം സുരക്ഷിതനാകണം. ഒരു മുസ്ലിമിന്റെ നാവുകളിൽ നിന്ന് ഒരു മുസ്ലിം സുരക്ഷിതനാകണം. അവനാകുന്നു മുസ്ലിം. അവനാണ് അഫ്ളലായ മുസ്ലിം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അല്ലാഹുവിന്റെ ഖുർആനിലൂടെ യാത്ര തിരിക്കുകയായിരുന്നു നമ്മൾ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇനി വിശുദ്ധ ഖുർആൻ, വകദാലിക ജഅൽനാക ഉമ്മതൻ വസതാ ലിതകൂനൂ ശുഹദാഅ അലന്നാസ് വയകൂന അർ-റസൂലു അലൈക്കും ഷഹീദാ. ആരാ മുസ്ലിങ്ങൾ? വകദാലിക ജഅൽനാക ഉമ്മതൻ വസതാ, നിങ്ങളെ ഒരു മധ്യമ സമുദായമാക്കിയിരിക്കുന്നു. അല്ലാഹു പറയാൻ, അല്ലാഹുവിന്റെ റസൂൽ സാക്ഷിയായ പോലെ നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാകാൻ. ഉണ്ടോ? മുസ്ലിങ്ങൾക്ക് സാക്ഷിയാകാനല്ല, മുസ്ലിങ്ങൾ ലോകർക്ക് സാക്ഷിയാകാൻ. മുസ്ലിങ്ങളെ കണ്ടിട്ട് വേണം ലോകം എല്ലാ നന്മകളും പഠിക്കാൻ. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ കേരളത്തിൽ എടുത്തു നോക്കണ്ടു. മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ തിങ്ങി താമസിക്കുന്ന പ്രദേശത്ത് തിന്മ നങ്കൂരമുട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു അമുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തുള്ളതിനേക്കാൾ വലിയ തിന്മ. ഏറ്റവും 84 പള്ളിയുള്ള സ്ഥലമാണ് പൊന്നാനി. 84 പള്ളിയുള്ള സ്ഥലം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ കള്ളുകുടിക്കുന്ന സ്ഥലം പൊന്നാനിയാണ്. ആലോചിക്കണം, മുസ്ലിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവർ എന്നാ അല്ലാഹു പറഞ്ഞു. ലോകം നിങ്ങളെ കണ്ടുപഠിക്ക്. നിങ്ങൾ അവരെ കണ്ടല്ല, അവർ നിങ്ങളെ കണ്ടുപഠിക്കണം. എന്തോ മുസ്ലിങ്ങളെ കണ്ട് കേടുവരുന്നൊരവസ്ഥയാണ് ബാക്കിയുള്ളവര്. എല്ലാ ചിന്മകളും ഏറ്റവും കൂടുതലുള്ളതാർക്കാ? അടിച്ചുപൊളി വാഹനങ്ങളുള്ളാർക്കാ? സംഗീതം അരങ്ങ് തകർക്കുന്നതാർക്കാ? മട്ടാഞ്ചേരിയിൽ നിന്ന് പോയ മുസ്ലിം ചെറുപ്പക്കാർ 5 ആളും ഇന്നോവയിൽ ടിപ്പർ ലോറി ഇടിച്ചു മരിക്കാൻ. ആർത്തിരമ്പുന്ന സംഗീതത്തിന്റെ അലയൊലിയിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് ടിപ്പർ ലോറിക്ക് വിധേയമായി മരിക്കാൻ. എന്തേ പ്രശ്നം? എല്ലാ ഭൗതിക ലോകത്തെ എല്ലാ തിന്മകളും വിലക്ക് വാങ്ങാൻ പണമുള്ളവനാരാ? മുസ്ലിമാണ്. അപ്പോ വകദാലിക ജഅൽനാക ഉമ്മതൻ വസതാ, നിങ്ങളൊരു മധ്യമ സമുദായമാണ്.
ലോകർക്ക് മാതൃക കാണിക്കേണ്ട ജനത. അമ്മ നമ്മൾ ആലോചിക്കണം, എന്റെ അയൽവാസിയായ മാധവൻ എന്നെ കണ്ടു വേണം വളരാൻ, എന്റെ മക്കളെ കണ്ടു വേണം അയൽവാസികൾ വളരാൻ. അങ്ങനെ വളരുന്ന ഒരു സാഹചര്യം ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തെ പല രൂപത്തിൽ കേട്ടവർ മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാവും. അദ്ദേഹത്തെ പറ്റി കേട്ടതൊക്കെയും അദ്ദേഹം ഇസ്ലാമിനെതിരായി ജീവിച്ച കഥകളാണ്. എന്നാൽ യഥാർത്ഥ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ആരാ? അദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല. എന്നാ പരിചയപ്പെട്ടോളി എല്ലാവരും. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം, ചെറിയ മോനായിരുന്ന കാലം, അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തെ ഒരു ഉസ്താദിന്റെ ഗുരുനാഥന്റെ സന്നിധാനത്തേക്ക് പഠിക്കാൻ പറഞ്ഞേക്കുകയാണ്. പോകുന്ന സമയത്ത് ഒരു പണക്കി അരയിൽ വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു, മോനെ കുലിൽ ഹഖ വഇൻ കാന മുറ, ലോകത്തെവിടെയാണെങ്കിലും മോനെ എന്ത് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായാലും മോനെ സത്യമേ പറയാവൂ മോനെ എന്ന് പറഞ്ഞേച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആലിംഗനം ചെയ്ത് ചുംബിച്ച് കുലിൽ ഹഖ വഇൻ കാന മുറ, മോനെ എന്ത് ദുരനുഭവങ്ങൾ ഉണ്ടായാലും സത്യമേ പറയാവൂ മോനെ എന്ന് പഠിപ്പിച്ചിട്ട് ആ കുട്ടിയെ പറഞ്ഞേക്കുകയാണ്. കുറ്റിക്കാട്ടിലൂടെ ശാന്തനായി അധിക പ്രായമില്ലാത്ത ഒരു കുരുന്ന് പൈതൽ നടന്നു പോവുകയാണ്. നടന്നു പോകുന്നതിനിടയിൽ ഒരു കൊള്ളക്കാരൻ പറഞ്ഞു, നിക്കവിടെ എന്ന് പറഞ്ഞു. പുഞ്ചിരിച്ചുകൊണ്ട് സുസ്മേരവദനായി അദ്ദേഹത്തോട് തിരിഞ്ഞു ചോദിച്ചു, എന്തേ എന്തേ നിക്കവിടെ? അവിടെ നിന്നു. നിന്റെ കയ്യിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചു. എന്തേ? എന്റെ കയ്യിൽ ഒരു പണക്കൈയുണ്ട്, എന്താ വേണോന്ന് ചോദിച്ചു. ഇങ്ങോട്ട് അടുക്ക് കയറണം, അടു കൊടുത്തു. പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങ് മടങ്ങിപ്പോയി. അത്ഭുത സ്തബ്ധനായി ഈ കൊള്ളക്കാരൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. മുഖഭാവം നല്ല പ്രസന്നമാണ്, നല്ല ചിരിയുള്ള മുഖമാണ്, യാതൊരു ഭയപ്പാടുമില്ലാത്ത മുഖമാണ്, സന്തോഷകരമാണ്, ധൈര്യശാലിയാണ്, കള്ളം പറയാത്തവനാണ്. ആ പണം വാങ്ങി സ്തബ്ധനായി നിൽക്കുന്ന കൊള്ളക്കാരൻ ആശ്ചര്യപ്പെട്ട് നിൽക്കവേ ചിരിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് തന്റെ ഉസ്താദിനെ ലക്ഷ്യം വെച്ച് നടന്നു പോകുന്ന ആ കുരുന്നിനെ നോക്കി ആശ്ചര്യപ്പെട്ടുകൊണ്ട് ഈ മനുഷ്യനെ പെട്ടെന്ന് ബോധം വന്ന്, മോനെ നിൽക്കവിടെ എന്ന് വീണ്ടും അയാൾ ഗർജിച്ചു. ആ കുട്ടി ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്തേ, ഇനിയും എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. മോനെ എന്ന് പറഞ്ഞ ആ കുട്ടിയെ കെട്ടിപ്പിടിച്ച് ചോദിച്ചു, മോനെ നീ ആരാ? ഒരുപാട് ആളുകളെ കൊള്ള ചെയ്തിട്ടുള്ള ഒരാളാ ഞാൻ. ആരും എന്നോട് സത്യം പറഞ്ഞില്ല. എന്റെ മുമ്പിൽ പേടിച്ചു വിറച്ചവർ, എന്നോട് കള്ളം പറഞ്ഞവർ, ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചവർ, നീയാകട്ടെ പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷകരമായി നീ എന്റെ മുമ്പിൽ നിൽക്കുകയാണ്. മോനെ ആരാ നീ? നിനക്ക് എന്താ ഇങ്ങനെ സത്യം പറയാൻ സാധിച്ചത് എന്ന് പറഞ്ഞു. ഞാനൊരു മുസ്ലിമാണ്, എന്റെ ഉമ്മ എന്നെ സത്യം മാത്രമേ പറയാവൂ എന്ന് പഠിപ്പിച്ചിട്ടാണ് എന്റെ ഉമ്മ ഇങ്ങോട്ട് വിട്ടത്. അള്ളാഹുവിന്റെ റസൂലിന്റെ വചനമാണ് എന്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചത്, അതുകൊണ്ട് കള്ളം പറയില്ല. വദാലിക്കൽ മുസ്ലിം. അതാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം. അതാണ് ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയില്ലെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയുടെ വ്യക്തിത്വത്തിലും പ്രഭയിലും കുളിച്ചു നിന്ന് ഈ കൊള്ളക്കാരൻ നല്ലൊരു മുസ്ലിമായി മാറി എന്ന് ചരിത്രം പറയുകയാണ്. അതുകൊണ്ട് തന്നെ ലോകം നമ്മളെ കണ്ടു വളരണം, ലോകം മുസ്ലിമീങ്ങളെ കണ്ടു പഠിക്കണം. നന്മ പഠിക്കേണ്ടത് മുസ്ലിങ്ങളിൽ നിന്ന്, എല്ലാ നന്മകളും മുസ്ലിം സമൂഹത്തിൽ നിന്നാ പഠിക്കേണ്ടത്. അങ്ങനെ പഠിക്കുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടോ? ഉണ്ടോ? ആരാ ഭാസ്കര നിന്നെ സെക്സ് കേസറ്റ് കാണാൻ പഠിപ്പിച്ചത്? അതെന്റെ തൊട്ടടുത്തുള്ള സലീം മാഷാണ് എന്ന് പറയുന്ന ദയനീയമായ ഒരവസ്ഥ. ആരാ നിന്നെ ആദ്യമായി കള്ളു കുടിക്കാൻ ക്ഷണിച്ചത്? അതെന്റെ ഇന്ന് ആചാരുടെ മകൻ സുബൈറാണ് എന്ന് പറയുന്ന ഖേദകരമായ ഒരവസ്ഥയിൽ ഈ സമുദായം, നിങ്ങൾക്കറിയില്ലേ, വൽതകും മിൻകും ഉമ്മ യദൂന ഇലൽ ഖൈർ യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നോക്കൂ, വിശുദ്ധ ഖുർആൻ പറയാൻ, നിങ്ങളിൽ നിന്ന് ഒരു ഉത്തമ തലമുറയുണ്ടാകട്ടെ, നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ഒരു ജനപദം നിങ്ങളിൽ നിന്നുണ്ടാകട്ടെ, നിങ്ങളിൽ നിന്നുണ്ടാകട്ടെ. നിങ്ങളുടെ ക്വാളിറ്റി എന്താ? സത്യം കൽപ്പിക്കുക എന്നത്, ദുരാചാരം വിരോധിക്കുക എന്നത്, സദാചാരത്തിന്റെ കാവലാളാകുക എന്നത്, ദുരാചാരത്തിന്റെ കണ്ടകോടാലിയാകുക എന്നത്. അതിനുവേണ്ടിയാ അള്ളാഹു നിങ്ങൾ ഉയർത്തിയത്. നിങ്ങൾ ആരാ? കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്. കണ്ടോ? കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഒരു ഉത്തമ സമുദായമാണ്. ആരാ ഇത്? ഈ ഉത്തമ സമുദായം ആരാ? അറബ് ജനത. ഒട്ടകത്തിന്റെ സഞ്ചാരത്തിനനുസരിച്ച് ടെന്റ് കെട്ടി ഒട്ടകത്തിന്റെ കയറും പിടിച്ച് ജീവിച്ച, ഊശ്വര ഹൃദയം പേറി ഊശ്വര ഭൂമിയിൽ ജീവിച്ച നിരക്ഷരരായ ഒരു ജനപദത്തെ, സംസ്കാരം എന്തെന്നറിയാത്ത, സംസ്കാരത്തിന്റെ ഭൂചണ്ഡഗിരിയിൽ നിന്നൊരു സമൂഹത്തെ സംസ്കാര സമ്പന്നതയുടെ ഉന്നത സോപാനങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തി. അവരാരാ? വ്യക്തമായ വഴികേടിലായിരുന്നു അവർ. ഉമർ ബിൻ ഖത്താബ്, അബൂബക്കർ സിദ്ദീഖ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി ത്വാലിബ്, അവർ ഉൾക്കൊള്ളുന്ന അറബ് ജനത
അവർ വ്യക്തമായ വഴികേടിലായിരുന്നു. ഇത് ഞാനല്ല പറയുന്നത്, അള്ളാഹുവിന്റെ കലാം 62-ാം അധ്യായം 2-ാമത്തെ വചനം, അള്ളാഹുവിന്റെ കലാം 3-ാം അധ്യായം 164-ാമത്തെ വചനം, അള്ളാഹുവിന്റെ കലാം 2-ാം അധ്യായം 129-ാമത്തെ വചനം, അള്ളാഹുവിന്റെ കലാം 2-ാം അധ്യായം സൂറത്ത് ബഖറ 151-ാമത്തെ വചനം. അവിടെയൊക്കെ പറയുന്നത് അവർ വഴിവെച്ചവരായിരുന്നു, വ്യക്തമായ വഴികേടിലായിരുന്നു. അവരെയാണ് ലോകത്തിലെ ഏറ്റവും ഉന്നതമായ ഒരു ജനപദമായി. അതുകൊണ്ടാണ് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മേൽക്കോയ്മയിൽ നിന്ന് ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ സ്വതന്ത്ര ഭാരതത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഭരണം ഉമറിന്റെ ഭരണമാണ് എന്ന് മഹാത്മാഗാന്ധി പറയാൻ മാത്രം ഉമർ മഹാനായത്. വിവാദത്തിന്റെ ചുഴികളിൽപ്പെട്ട് മുസ്ലിം സമൂഹം ഉയരുമ്പോഴും ഓർക്കണം, പവിത്രമായ പതിവ്രതമായ ജീവിതം നയിച്ച പൂർവിക തലമുറയുടെ ഒരു സമൂഹത്തെ നിങ്ങൾ ഓർക്കണം. ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം ഉമറിനെ പോലെയുള്ളവളെ ഭരിക്കണമെന്ന് റാം എന്ന് വിളിച്ചു മരിച്ച രാമഭക്തനായ മഹാത്മാഗാന്ധി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഉമറിനെ രൂപപ്പെടുത്തിയെടുത്ത ഇസ്ലാം. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി പറഞ്ഞത്, വന അവ്വലിൽ മുസ്ലിമീൻ, ഞാൻ ഒന്നാമത്തെ മുസ്ലിമാണ്. മുഹമ്മദ് നബിയെ ലോകത്തോട് പറയണം, താങ്കൾ ഒന്നാമത്തെ മുസ്ലിമാണ്. അങ്ങനെ പറയാൻ ഈ നാട്ടിൽ പള്ളിക്കണ്ടിയിൽ, കോഴിക്കോട്, ബാലുശ്ശേരിയിൽ, ലോകത്തെവിടെ ജീവിച്ചാലും ആ നാട്ടിലെ ഒന്നാമത്തെ മുസ്ലിം ഞാനാണ്. സുബൈയുടെ ഒന്നാമത്തെ റക്അത്തിൽ ഞാനുണ്ടാകും, നന്മയുടെ ഒന്നാമത്തെ റക്അത്തിൽ ഞാനുണ്ടാകും. നന്മയുടെ കാര്യത്തിൽ ഞാനായിരിക്കും മുന്നിൽ. ഒരു കളവും ഞാൻ ജീവിതത്തിൽ പറയില്ല. ഒരാളുടെ സ്വത്തും ഞാൻ അപഹരിക്കില്ല. ഒരാളുടെ വീട്ടിൽ എന്റെ മുറ്റത്തേക്ക് വീഴുന്ന ഒരടക്കയും ഞാൻ എടുക്കുകയില്ല. ഇല്ല, ഏത് നിസ്സാരമായ ഒരു കടുകണി പോലും എന്റെ ജീവിതത്തിൽ ഞാൻ എടുക്കുകയില്ല. ഇങ്ങനെ ജീവിതത്തിൽ നന്മ മാത്രം പ്രഘോഷണം ചെയ്യുന്ന ഒരു യഥാർത്ഥ മുസ്ലിം. അതുകൊണ്ട് മുസ്ലിങ്ങളെ ഗൗരവമായി നാം ഈ കാര്യം മനസ്സിലാക്കുകയാണ്. അപ്പോൾ മുസ്ലിം എന്ന് പറഞ്ഞാൽ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ കാര്യം പൂർണ്ണമായി ഓർക്കണം. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 208-ാമത്തെ വചനത്തിൽ വീണ്ടും പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ടാ പറയുന്നത്. സത്യത്തിൽ വിശ്വസിക്കുന്നതോടൊപ്പം അതിനെതിരായ ജീവിതം വരാം. അതുകൊണ്ടാണ് യാ അയ്യുഹല്ലദീന ആമനു ആമിനു എന്നല്ലാഹു വീണ്ടും സംസാരിച്ചത്. അല്ലയോ പരലോകത്തിൽ വിശ്വസിക്കുന്നവരെ, അല്ലയോ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരെ, അല്ലയോ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നവരെ, യാ അയ്യുഹല്ലദീന ആമനു ആമിനു എന്നല്ലാഹു പറഞ്ഞത് അവിടെയാ. വിശ്വസിക്കണം. ആ വിശ്വാസം ഇങ്ങനെ കാലക്രമേണ നഷ്ടപ്പെട്ടു പോകുമ്പോ വീണ്ടും അതൊന്ന് പുതുക്കണം എന്നല്ലാഹു പറയുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് വരണം. നരയാണിൻ്റെതായ തുണി ഉടുക്കും, താടി നീട്ടും, മീശ വെട്ടും, നിസ്കാരം കൃത്യമായിട്ടില്ല, സ്ത്രീധനം വാങ്ങൂല, അതുപോലെ പുകവലിക്കില്ല, കള്ളുകുടിക്കില്ല, പലിശക്ക് കൊടുക്കും, സ്ത്രീധനം വാങ്ങൂല. ഇങ്ങനെ ചില കാര്യത്തിൽ ഗുണമുണ്ടാകും, ചില കാര്യത്തിൽ ഇസ്ലാം ഉണ്ടാവില്ല. ഇതല്ല അല്ലാഹു പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. ഉണ്ടോ? സത്യവിശ്വാസികളെ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് വരി, ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് കിടക്കി. വേഷത്തിൽ ഇസ്ലാം, സംസാരത്തിൽ ഇസ്ലാം, വീട് ഇസ്ലാം. ആ വീട്ടിലേക്ക് കയറി ചെന്ന സെക്സ് കേസറ്റ് ഉണ്ടാവില്ല, നാനയുണ്ടാവില്ല, പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടാവില്ല, അള്ളാഹുവിന്റെ ഖുർആൻ ഉണ്ടാകും. അള്ളാഹുവിന്റെ ഗ്രന്ഥം 33-ാം അധ്യായം 34-ാമത്തെ വചനം, അവരുടെ ഭവനങ്ങളിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും. ഉണ്ടോ? നമ്മുടെ വീട്ടിൽ സിനിമയാണ്, നമ്മുടെ വീട്ടിൽ സീരിയലാണ്, നമ്മുടെ വീട്ടിൽ പങ്കജുദാസിന്റെ ഗസലാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ വചനം ഇഷ്ടമില്ല, അള്ളാഹുവിന്റെ വചനം ഇഷ്ടമില്ല. യേശുദാസിനെ ഇഷ്ടമാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഇഷ്ടമില്ല, മമ്മൂട്ടിയെ ഇഷ്ടമാണ്. അതെ, ഈ ഒരു അവസ്ഥാവിശേഷം സച്ചിൻ ടെണ്ടുൽക്കറിന് ജീവനാണ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു കണ്ടുകൂടാ. ഇതാണ് ആധുനിക മുസ്ലിമിന്റെ ചിത്രം എന്നത് വസ്തുതാപരമായി നിങ്ങൾ മനസ്സിലാക്കണം. അതെ, കള്ളുഷാപ്പിൽ കള്ളു കുടിക്കുമ്പോൾ പോലും ആരെങ്കിലും മുഹമ്മദ് നബിയെ വിമർശിച്ചാൽ ആരടാ എന്ന് ചോദിച്ച് ചാടി എഴുന്നേൽക്കുന്നവനെ, നിനക്ക് മുഹമ്മദ് നബിയുമായി എന്ത് ബന്ധം? ഈ പ്രസംഗം കേൾക്കുന്ന എല്ലാ ഓരോരുത്തരും അവനവനിലേക്കുള്ളൊരു യാത്ര. യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അൻഫുസക്കും ലാ യദുറുക്കും മൻ ലല്ല ഇദ ഇഹ്തദൈതും. വല്ലാത്ത വാക്ക്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, അലൈക്കും അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഞാനൊരു യഥാർത്ഥ മുസ്ലിമാണോ? പിശാചിന്റെ കാൽപാദങ്ങളെ ഞാൻ പിന്തുടരുന്നുണ്ടോ എന്ന് ഓരോ സ്ത്രീയും ഓരോ പുരുഷനും ഗൗരവമായി ഓർക്കാനാണ്
സ്നേഹപൂർവം മുസ്ലിങ്ങളോട് എന്ന ഈ വിഷയം ഇവിടെ സംസാരിക്കുന്നത്. ഒന്നാമതായി നമ്മൾ ഖുർആനിലേക്ക് മടങ്ങണം. ഒന്നാമതായി നമ്മൾ പ്രവാചകന്റെ സുന്നത്തിലേക്ക് മടങ്ങണം. അള്ളാഹുവിന്റെ ഖുർആൻ, റസൂലുള്ളാഹിന്റെ സുന്നത്ത്, ദീനീപരമായ ഏതൊരു കാര്യത്തിലും നമുക്ക് അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ നമ്മൾ ഖുർആനിലേക്ക് മടക്കണം. ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂലി. വല്ലാത്ത വാക്കുകൾ. നിങ്ങൾ മതപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ അള്ളാഹുവിലേക്ക് ആ അഭിപ്രായത്തെ നിങ്ങൾ വിടണം. ഒരഭിപ്രായ ഭിന്നത ഉണ്ടായി, മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ അള്ളാഹുവിന്റെ ഖുർആൻ ഈ വിഷയത്തിൽ എന്തു പറഞ്ഞു, പ്രവാചക തിരുമേനിയുടെ സുന്നത്തുകൾ എന്തു പറഞ്ഞു, ഇത് നോക്കാനാണ് അള്ളാഹു നമ്മളോട് പറയുന്നത്. ദാലിക ഖൈറുൻ, അതാ നിങ്ങൾക്ക് ഉത്തമം, അതാണ് ശ്രേയസ്കരം. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ മുസ്ലിമിന് പ്രമാണം രണ്ടെണ്ണമാണ്. ഏതടിസ്ഥാനത്തിൽ? ഈ രണ്ടിൽ നിന്നുമുള്ളതാണ് ഇജ്മാവും ഖിയാസും. അല്ലാതെ സ്വതന്ത്രമായ രണ്ട് പ്രമാണങ്ങളല്ല. ഇജ്മാവും ഖിയാസും എന്നത് ലോകത്ത് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. രണ്ടേ രണ്ട് പ്രമാണം. ആ പ്രമാണങ്ങളിൽ നിന്ന് അതിനെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളതാണ് ഖിയാസും ഇജ്മാവും എന്ന വസ്തുത അറിഞ്ഞുകൊണ്ട് വേണം. അള്ളാഹുവിന്റെ ഖുർആൻ 4-ാം അധ്യായം 59-ാമത്തെ വചനമാണ്. അതുകൊണ്ട് ഏത് വിഷയത്തിലും വിശ്വാസരംഗം അള്ളാഹു ആരാ അറിയില്ല മുസ്ലിമീങ്ങൾക്ക്. അള്ളാഹു എവിടെയാ അറിയില്ല മുസ്ലിമീങ്ങൾക്ക്. അള്ളാഹുവിനെ എങ്ങനെയാ ഭയപ്പെടേണ്ടത് അറിയില്ല മുസ്ലിമീങ്ങൾക്ക്. നല്ലൊരു ശതമാനം ആളുകൾക്ക് അള്ളാഹുവിനെ ഭയപ്പെടുന്നതിനേക്കാൾ അള്ളാഹുവിന്റെ സൃഷ്ടികളെ ഭയപ്പെടുന്ന വിരോധാഭാസമാണ് ലോകത്ത് മുസ്ലിം സമുദായത്തിനിടയിൽ ഇന്നും നിലനിൽക്കുന്നത്. അള്ളാഹുവിനെ വിളിച്ചു സത്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ സങ്കോചമില്ലാതെ, പേടിയില്ലാതെ കള്ളം പറയുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് വല്ലാഹി വല്ലാഹി സുമ്മ വല്ലാഹി എന്ന് ആവർത്തിച്ചാവർത്തിച്ചു പറയുന്ന മുസ്ലിം ദർഗയിലെ ഷെയ്ഖിനെ വിളിച്ചു സത്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ സത്യം ചെയ്യില്ല, എന്റെ കണ്ണ് പൊട്ടിപ്പോകും, എന്റെ ജീവിതം ഓതാളത്തിലാകും എന്ന് വിശ്വസിക്കുന്ന ഒരു സമുദായം ഇവിടെയുണ്ട് എന്ന വസ്തുത മുന്നിൽ വെച്ചുകൊണ്ടാണ് നാം ചില കാര്യങ്ങൾ ഗൗരവമായി മനസ്സിലാക്കേണ്ടത്. അതിലൊന്ന്, ശിർക്ക് വന്നാൽ അപകടമാണ് നമ്മുടെ ജീവിതം. ശിർക്ക് വന്നാൽ അപകടമാണ് മുസ്ലിങ്ങളുടെ ജീവിതം, മനുഷ്യരുടെ ജീവിതം. ശിർക്ക് വരാതെ കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷയത്തിന്റെ ക്രോഡീകരണം ഇനി ഞാൻ ഓരോ ഭാഗത്തേക്ക് കടന്നു പോവുകയാണ്. ഒന്നാമത്തെ കാര്യം വിശ്വാസമാണ്. വിശ്വാസം ശരിയല്ലെങ്കിൽ സ്വർഗത്തിലെത്തുകയില്ല. വല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുൽ അംൻ വഹും മുഹ്തദൂൻ. അതേ മനുഷ്യരെ, വല്ലദീന, നിങ്ങൾ അറിയണം, അല്ലാഹുവിൽ വിശ്വസിച്ചാ പോരാ, വിശ്വാസത്തിൽ ദുൽമ കലരുന്നോ? വല്ലാത്തൊരു പ്രയോഗമാണത്. വിശ്വാസത്തിൽ ദുൽമ, വിശ്വാസത്തിൽ അക്രമം കലരുക. എന്താണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ പറഞ്ഞാൽ? വിശ്വാസത്തിൽ ദുൽമ കലർന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനം എന്താ? ഈ ആയത്തിറങ്ങി, സഹാബികൾ ഭയപ്പെട്ടു. 6-ാം അധ്യായം 82-ാമത്തെ വചനം ഇറങ്ങി. എന്താ? ഈമാനിൽ ദുൽമ കലർന്നാൽ അവരുടെ കാര്യം കഷ്ടമാണ്, അവരുടെ കാര്യം പരലോകത്ത് നഷ്ടമാണ്. അതുകൊണ്ട് അവർ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അക്രമം ചെയ്യാത്ത ആരെങ്കിലും ദുനിയാവിലുണ്ടോ? പഠിച്ചോളി, മനസ്സിലാക്കിക്കോളി. അക്രമം ചെയ്യാത്ത ആരെങ്കിലും ഈ ഭൂമുഖത്തുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ റസൂല് പറഞ്ഞു, അല്ല ഇവിടെ ദുൽമ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? സൂറത്ത് ലുക്മാനിൽ 31-ാം അധ്യായം അവിടെ 13-ാമത്തെ വചനത്ത് പറഞ്ഞില്ലേ, ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്കാകുന്ന ദുൽമ, ഏറ്റവും വലിയ തിന്മ ഏതാ? മദ്യപാനമാണോ? അത് തിന്മയാണ്. കള്ളുകുടി അത് തിന്മയാണ്. വ്യഭിചാരം അത് തിന്മയാണ്, ഹറാമാണ്. അതിനേക്കാളൊക്കെ വലിയ തിന്മയാണ് അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന, അല്ലാഹു അല്ലാത്തവർക്കുള്ള നേർച്ച നേരൽ, അല്ലാഹു അല്ലാത്തവരുടെ മതവിധികൾ അനുസരിക്കൽ. ഇതിനേക്കാളെല്ലാം വലിയ തിന്മയാണ്. ഒരാൾ ഒരു മതാചാരമുണ്ടാക്കി, അത് ദീനായ ഒരാൾ മനസ്സിലാക്കി, അയാൾ പഠിപ്പിച്ചത് കൊണ്ട് അത് തെറ്റില്ലെന്ന് മനസ്സിലാക്കി, ഇത് ആചരിച്ചാൽ പുണ്യമുണ്ടെന്ന് മനസ്സിലാക്കി, ഇത് സ്വർഗത്തിലേക്കുള്ള വഴിയാണെന്ന് മനസ്സിലാക്കിയാൽ അയാൾ വ്യഭിചാരിയേക്കാൾ വലിയ പാപിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. പക്ഷേ നമുക്കതിന്റെ ഗൗരവം അറിയില്ല, ആയത്തുകൾ നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ആയത്തുകൾ ഉദ്ധരിക്കപ്പെടുമ്പോൾ നാം അതിനെ കളവാക്കുകയാണ്. അവിടെയാണ് ആലോചിക്കേണ്ടത്. ശിർക്ക് വന്നാൽ ഇന്ന ശിർക ലദുൽമുൻ അദീം, 31-ാം അധ്യായം 13-ാമത്തെ വചനമാണ്. ഒന്നാമത്തെ കാര്യം എന്താ? അല്ല പറയാൻ, വിശ്വസിച്ചോന് ശിർക്ക് വരാം എന്ന് പടച്ചോൻ പറയാൻ. 6-ാം അധ്യായം 82-ൽ അങ്ങനെ ശിർക്ക് വരാതെ
ജാഗ്രത പുലർത്തണമെന്നാണ് അള്ളാഹു പറഞ്ഞത്. തീർന്നില്ല. റബ്ബനാ ലാ തുസിയ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മാ. പടച്ചവനെ, ഹിദായത്ത് ലഭിച്ചതിനു ശേഷം നീ എന്നെ വഴിതെറ്റിച്ചു കളയരുതേ എന്ന് പ്രാർത്ഥിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല 3-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ പറയുന്നു. അല്ലാഹുമ്മ യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. പടച്ചവനെ, ഇസ്ലാമിലായതിനു ശേഷം, മുസ്ലിം ആയതിനു ശേഷം, മനസ്സിക്ക് ഒതുങ്ങിയതിനു ശേഷം ഈ ദീനിൽ നിന്ന് എന്റെ ഹൃദയത്തെ നീ തെറ്റിക്കരുതേ എന്ന് പ്രാർത്ഥിക്കാനാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞത്. അപ്പൊ വിശ്വാസരംഗത്ത് ശിർക്കിലേക്ക് പോകാം. ഞാൻ ഉദാഹരണം പറയാം. നൂഹ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ കപ്പൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ആ കപ്പലിൽ കയറിയവരാരാ? അള്ളാഹ് ഇഷ്ടപ്പെട്ടവർ, തൗഹീദുള്ളവർ, നൂഹ് നബിയുടെ പ്രബോധനം സ്വീകരിച്ചവർ, നൂഹ് നബിയുടെ അനുയായികൾ, വിശ്വാസികൾ, അള്ളാഹ് രക്ഷപ്പെടുത്തിയവർ. അവരിൽ നിന്നാണ് പിന്നീട് ശിർക്കുണ്ടായത്. അവരിൽ നിന്നാണ് പിന്നീട് മുശ്രിക്കുകൾ ഉണ്ടായത്. അവരെയാണ് അള്ളാഹു നശിപ്പിച്ചത്. നൂഹ് നബിയിൽ വിശ്വസിച്ചൊരു ജനവിഭാഗം പിന്നീട് ശിർക്കിലേക്ക് പോയി. എന്തിനേറെ, മൂസാ നബി അലൈഹിസ്സലാം ശക്തനായ, ധീരനായ പ്രബോധകനായി കടന്നു വന്നു. മൂസാ നബിയിൽ വിശ്വസിച്ച ആളുകൾ ഫിറൗനിന്റെ കൊട്ടാരത്തിൽ രക്ഷപ്പെട്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി, തൗഹീദിലായി. പിന്നീട് എന്തുണ്ടായി? തൂരി സീനാ പർവ്വതത്തിൽ മൂസാ നബി അലൈഹിസ്സലാം തൗറാത്തിന്റെ ഏടുകൾ വാങ്ങാൻ പോയ ആ സമയത്ത് അവരെ ഒരു പണ്ഡിതൻ പിഴപ്പിച്ചു കളഞ്ഞു. സാമിരി എന്ന് പറയുന്ന ആ നാട്ടിലെ ഒരു പണ്ഡിതൻ ഒരു പശുവിന്റെ വിഗ്രഹമുണ്ടാക്കി അവരെ ശിർക്ക് ചെയ്യിപ്പിച്ചു. ഹാറൂൻ നബി അവരോടൊപ്പമുണ്ട്. മൂസാ നബി അവരുടെ പ്രവാചകനാണ്. തൗഹീദ് പഠിപ്പിച്ച് എണ്ണപ്പെട്ട നാള് കൊണ്ടാണ് അവർ ശിർക്ക് ചെയ്തത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ട് റസൂൽ പറയുന്നു, ലാ തഖൂമുസ്സാ, അന്ത്യദിനം വരികയില്ല തന്നെ, ഖിയാമത്ത് നാൾ വരില്ല. ലാ തഖൂമുസ്സാ, ലാ തഖൂമുസ്സാ. എന്റെ ഉമ്മത്തിൽപ്പെട്ട മുസ്ലിങ്ങളിൽപ്പെട്ടവർ ലാത്തയെ വിളിച്ചു പ്രാർത്ഥിക്കാതെ, ലാത്തയെ ആരാധിക്കാതെ, ഉസ്സയെ ആരാധിക്കാതെ, വിഗ്രഹങ്ങളെ ആരാധിക്കാതെ ഖിയാമത്ത് നാളുണ്ടാവില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ മുന്നറിയിപ്പ് നൽകുകയാണ്. സ്നേഹപൂർവ്വം മുസ്ലിങ്ങളെ, നിങ്ങളോട് പറയട്ടെ, ഇസ്ലാമിക സമൂഹത്തിൽ ശിർക്ക് വ്യാപകമാണ്. അവർ മുശ്രിക്കുകളായി പോകുന്നത് അവർ ഭയപ്പെടാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇന്നിവിടെയുള്ളത്. എന്റെ ജീവിതത്തിൽ ശിർക്ക് വരുമോ? അങ്ങനെ വന്നാൽ എന്റെ കാര്യം കഷ്ടമാണ് എന്ന് ചിന്തിക്കാൻ അവർക്ക് സാധിക്കാത്ത അവസ്ഥാവിശേഷമാണെന്നുള്ളത്. ഞാൻ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചക വചനങ്ങളിൽ നിന്നും ആധുനിക ചരിത്രത്തിൽ നിന്നും ചില തെളിവുകളാണ് ഉദ്ധരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നമ്മളിൽ ശിർക്ക് വരുന്ന ഈ വഴികളെ ജാഗ്രതയോടെ സൂക്ഷിക്കണമെന്ന് പറയാൻ കാരണം അള്ളാഹുവിന്റെ ഗ്രന്ഥം 4-ാം അധ്യായം 48-ാമത്തെ വചനം. ആ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവമായി ഈ വിഷയം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ലാ യഗ്ഫിറു, ഒരിക്കലും പൊറുക്കുകയില്ല. അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത തിന്മയേതാ? പ്രിയപ്പെട്ടവരെ, അറിയണം, അത് അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്. എന്താണ് അല്ലാഹുവിൽ പങ്കുചേർക്കുക എന്ന് പറഞ്ഞാൽ? അത് പഠിക്കുമ്പോഴാണ് ആ പങ്കുചേർക്കൽ ഇവിടെ ഉണ്ടോ എന്ന വസ്തുത നമുക്ക് മനസ്സിലാവുക. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, എന്റെ വചനമല്ല, കെ മൗലവിയുടെ വചനമല്ല, വക്കം മൗലവിയുടെ വചനമല്ല, കെ ഉമർ മൗലവിയുടെ വചനമല്ല. നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് അല്ലാഹുവിന്റെ റസൂൽ അറബ് ജനത കോതിക്കൊടുക്കുകയും ലോകാവസാനം വരെയുള്ള മാനവ സമൂഹത്തിന് മാർഗദർശനമായി അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ള വാക്കുകൾ. ഇന്നല്ലാഹ, തീർച്ചയായും പടച്ച തമ്പുരാനാണ്, ലാ യഗ്ഫിറു, അവൻ പൊറുക്കില്ല, അൻ യുശ്റക ബിഹി, അവനിൽ നിങ്ങൾ പങ്കു ചേർക്കുക എന്നത്, വയഗ്ഫിറു, എന്നാൽ അവൻ പൊറുക്കും, മാ ദൂന ദാലിക ലിമൻ യശാ, അതിന് താഴെയുള്ള എല്ലാ പാപങ്ങളും അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. എന്നിട്ടല്ല പറയാൻ, വമൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നുവെങ്കിൽ ഫഖദ് ഇഫ്തറാ ഇസ്മൻ അലീമാ, വിദൂരമായ ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് അവൻ ചമച്ചുണ്ടാക്കുന്നത്. ഗുരുതരമായ ഒരു കുറ്റമാണ് അവൻ അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നത്. മദ്യപാനത്തെക്കാൾ, വ്യഭിചാരത്തെക്കാൾ, പലിശയേക്കാൾ, ആളുകളെ കൊല്ലുന്നതിനേക്കാൾ, ആളുകളെ
സ്ത്രീ സമൂഹത്തെ ബലാത്സംഗം ചെയ്യുന്നതിനേക്കാൾ ഗുരുതരമായ തിന്മയാണ് അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നത്. ഒരിക്കലും പൊറുക്കില്ലെന്നാണ് അള്ളാഹ് പറയുന്നത്. ഓർക്കണം, അതുകൊണ്ട് വ്യഭിചരിക്കാമെന്നല്ല, കള്ളു കുടിക്കാമെന്നല്ല, പലിശക്ക് വാങ്ങാമെന്നല്ല. അതൊക്കെ മഹാപാപങ്ങളാണ്. അത് ചെയ്യരുത് എന്ന് തന്നെയാണ് ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. തീർന്നില്ല, അതേ അധ്യായം വീണ്ടും പറയുകയാണ്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ളല്ല ളലാലൻ മുബീനാ. തന്നോട് പങ്കു ചേർക്കുന്നത് ഒരിക്കലും അള്ളാഹു ഒരു പെണ്ണിനും ഒരാണിനും, അത് അമ്പിയാക്കളാണെങ്കിൽ പോലും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയില്ല. നോക്കൂ നിങ്ങൾ, വീണ്ടും അള്ളാഹു പറയുകയാണ്, വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ളല്ല ളലാലൻ ബഈദാ. ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അവൻ ബഹുദൂരം, എത്രയോ കാതമകലെ, അവൻ ഇസ്ലാമിലല്ല, ബഹുദൂരം പിഴച്ചു പോയിരിക്കുന്നു എന്നാ അള്ളാഹ് പറഞ്ഞത്. അള്ളാന്റെ വാക്കായത്, അള്ളാന്റെ ഖുർആനായത്. ഇത് അൽമനാറല്ല, വിചിന്തനമല്ല. ഓർക്കണം നിങ്ങൾ, മരണം നമ്മളോടൊപ്പമുണ്ട്. ഈ വസ്തുത നിങ്ങൾ അറിയണം. തീർന്നില്ല, ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹു മസീഹ് ഇബ്നു മറിയം വഖാലൽ മസീഹു യാ ഇബ്നു. നോക്കൂ, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോ. ആയത്തിൽ പറയാണ്, മറിയമിന്റെ മകൻ മസീഹ് തന്നെയാണ്. അള്ളാഹു എന്ന് പറഞ്ഞവർ തീർച്ചയായും അവിശ്വാസികളായിരിക്കുന്നു. എന്നാൽ മസീഹ് നിങ്ങളുടെയും, മസീഹ് ഈസാ അലൈഹിസ്സലാം പറയുകയാണ്, ഇസ്രായേൽ സന്തതികളെ, എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുവീൻ. അള്ളാഹുവിലെങ്ങാനും ആരെങ്കിലും പങ്കു ചേർത്താൽ അവൻ എന്താണ്? തീർച്ചയായും സ്വർഗം നിഷിദ്ധമാണ്. കണ്ടോ, ശിർക്ക് ചെയ്താൽ സ്വർഗം നിഷിദ്ധമാണ്. ഓർക്കണം, വേറൊരു തിന്മയെ കുറിച്ചും അല്ലാഹു സ്വർഗം അതുകൊണ്ട് നിഷിദ്ധമാകും എന്നല്ലാഹു പറഞ്ഞിട്ടില്ല. ശിർക്ക് ചെയ്താൽ ഒരിക്കലും സ്വർഗത്ത് പോവില്ല, നരകാവകാശിയാകും. വമാലിൽ മിൻ അൻസാർ, അവനൊരു സഹായിയെ കണ്ടെത്താൻ കഴിയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരങ്ങളെ, ഇത് വളരെ ഗൗരവമായി മനസ്സിലാക്കണം. തീർന്നില്ല, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലഹബത്തുൻ ആമലു വലതകൂനന്ന മിനൽ ഖാസിരീൻ. പ്രവാചക മുഹമ്മദ് നബിയെ വിളിച്ചിട്ട് അല്ലാഹു പറയാൻ, താങ്കൾക്ക് മുമ്പുള്ള പ്രവാചകന്മാർക്ക് നാം ദിവ്യബോധനം നൽകി. നിങ്ങളെങ്ങാനും നോക്കൂ, സാധാരണക്കാരുടെ കഥയല്ല, അതുപോലെ ഔലിയാക്കളുടെ കഥയല്ല, അമ്പിയാക്കളെങ്ങാനും അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ, അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചാൽ അവരുടെ അമലുകൾ പൊളിഞ്ഞു പോകും. എല്ലാ കാലത്തും നരകത്തിലാണ്, ഒരിക്കലും പൊറുക്കാത്ത പാപമാണ്. മൂന്നാമത്തതോ, എല്ലാ അമലും പൊളിഞ്ഞു പോകും. ഏതുപോലെ നല്ലൊരു പാൽപായസം ഉണ്ടാക്കി 1500 പേർക്ക് വലിയ ചെമ്പിൽ ഒരു പാൽപായസം ഉണ്ടാക്കി. പക്ഷേ ആ പാൽപായസത്തിൽ അണ്ടിപ്പരിപ്പുണ്ട്, മുന്തിരിയുണ്ട്, കസ്കസുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ആവശ്യമുണ്ടോ അതൊക്കെ അതിലുണ്ട്. പാലുണ്ട്, എല്ലാ സംവിധാനങ്ങളും എന്തൊക്കെ അതിന് മാറ്റുകൂട്ടാമോ അതൊക്കെ അതിലുണ്ട്. പക്ഷേ അതിലൊരു തുള്ളി വിഷം ചേർന്നാൽ ആ പായസത്തിൽ അണ്ടിപ്പരിപ്പില്ലേ, മുന്തിരിയില്ലേ, പാലില്ലേ, പഞ്ചസാരയില്ലേ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. അല്ലാഹു അല്ലാത്തവനെ വിളിച്ചു പ്രാർത്ഥിച്ച് ഒരാൾ മഹ്ശറയിലെത്തിയാൽ, ഞാൻ ഹജ്ജ് ചെയ്തിട്ടില്ലേ, ഞാൻ നമസ്കരിച്ചിട്ടില്ലേ, ഞാൻ നോമ്പ് നോറ്റിട്ടില്ലേ, ഞാൻ സദഖ കൊടുത്തിട്ടില്ലേ, ഞാൻ ഭാര്യമാരെ നോക്കിയിട്ടില്ലേ, ഞാൻ മക്കളെ വളർത്തിയിട്ടില്ലേ, ഞാൻ കള്ളം പറഞ്ഞില്ലല്ലോ എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. സകല അമലുകളും പൊളിഞ്ഞു പോകും എന്ന് ആകാശഭൂമികളുടെ തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. തീർന്നില്ല, ذَلِكَ هُدَى اللَّهِ يَهْدِي بِهِ مَن يَشَاءُ مِنْ عِبَادِهِ وَلَوْ أَشْرَكُوا لَحَبِطَ عَنْهُمْ مَا كَانُوا يَعْمَلُونَ. അതാണ് അള്ളാഹുവിന്റെ മാർഗദർശനം. അത് മുഖേന തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേർമാർഗത്തിലേക്ക് നയിക്കുന്നു. ആരെങ്കിലും അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നുവെങ്കിൽ അവർ പ്രവർത്തിച്ചതെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം നിഷ്ഫലമായി പോകും. വഖദിംനാ ഇലാ മാ അമിലു, അതേ വിശുദ്ധ ഖുർആൻ 25-ാം അധ്യായം 23-ൽ പറയുകയാണ്, അവരുടെ പ്രവർത്തനത്തിന് നേരെ നാം ചെല്ലും, എന്നിട്ട് അവരുടെ പ്രവർത്തനം മുഴുവനും ധൂളികളാക്കി പറ്റിക്കളയുന്ന. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് ശിർക്കിന്റെ ഗൗരവത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. മുസ്ലിം സമുദായം ജാഗ്രതയോടെ കാണേണ്ട, വായിക്കേണ്ട, അറിയേണ്ട. മുസ്ലിം സമുദായത്തിൽ ശിർക്കുണ്ടോ? ഉണ്ടോ? മുസ്ലിങ്ങൾ ശിർക്കിന്റെ ആളുകളായി തീർന്നിട്ടുണ്ടോ?
മുസ്ലിങ്ങൾ ശിർക്കിനെ സഹായിക്കുന്നവരാണോ? മുസ്ലിങ്ങൾ ബൗദ്ധൈവ വിശ്വാസികളോടൊപ്പം അവരുടെ ആരാധനയിൽ പങ്കുചേരുന്നവരാണോ? സാമ്പിളിന് ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കാണിച്ചു തരാം. ഇത് ഒരു ക്ഷേത്ര ഉത്സവത്തിന്റെ പ്രോഗ്രാം നോട്ടീസാണ്. ഇതൊരു എത്രയോ കൊല്ലം മുമ്പ് നടന്നതല്ല. ഏറ്റവും ലേറ്റസ്റ്റ് 2010 ഡിസംബർ 26. ഒരു മാസം തികയുന്ന പോലും ആയിട്ടില്ല. ഒരു മാസം പോലും, ഇവിടെ ഒരു മാസം കഴിഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു വർഷം പോലും ആയിട്ടില്ല. ഒരു മാസം പിന്നിട്ടിട്ടേ ഉള്ളൂ. അതിനു മുമ്പുള്ള ശ്രീധരമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പള്ളിപ്പുറം, ഇത് പള്ളിക്കണ്ടിയാണെങ്കിൽ ഇതൊരു പള്ളിപ്പുറം ക്ഷേത്രത്തിലാണ്. എന്തേ ഇവിടെ അമുസ്ലിങ്ങളുടെ ഇത് ഉദ്ധരിക്കാൻ ഇവിടുത്തെ ഇതിലെ ഉത്സവ കമ്മിറ്റിയിലെ മെമ്പർമാരുടെ പേരുകൾ കണ്ടേ അത് വായിച്ചു കളിപ്പിക്കാനാണ്. മുസ്ലിം സമുദായം വിഗ്രഹാരാധനക്കെതിരാണ്. യാ ബചി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. മുസ്ലിങ്ങൾ വിഗ്രഹാരാധനക്കെതിരാണ്. മുസ്ലിങ്ങൾ വിഗ്രഹത്തെ ആരാധിക്കുന്ന വ്യക്തിക്കെതിരല്ല. അടിസ്ഥാനപരമായി മനസ്സിലാക്കിക്കോ, മുസ്ലിങ്ങൾ വിഗ്രഹാരാധനയെ നഖശികാന്തം എതിർക്കുന്നവരാണ്. വിഗ്രഹാരാധകനെ അവർക്ക് സ്നേഹിക്കാം, അതുകൊണ്ട് വിരോധമില്ല. വിഗ്രഹാരാധനയെ അവൻ അംഗീകരിക്കുന്നില്ല. വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഒരു മുസ്ലിമിന് പങ്കെടുക്കുക എന്നത് ശിർക്കിന് വേണ്ടി പണിയെടുക്കലാണ്. ഈ യാഥാർത്ഥ്യം ഗൗരവമായി അറിയണം. നോക്കൂ നിങ്ങൾ, ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ അൽതാഫ് എ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ സുൽഫി എം, ഹാഷിം, അതുപോലെ നാസർ എസ് എം, അതുപോലെ ഷജീർ UAE, അതുപോലെ നൌഷാദ് KSA. ഗൾഫ് രാജ്യത്ത് മുസ്ലിങ്ങളുടെ പണമടക്കം മുസ്ലിങ്ങളിൽ എത്ര പേരാ? 1, 2, 3, 4, 5, 6 മുസ്ലിങ്ങളാണ് ഒരു ക്ഷേത്രത്തിന്റെ ഉത്സവ കമ്മിറ്റിയിൽ. പ്രിയപ്പെട്ടവരെ, ഏത് ഖുർആനാണ്, ഏത് സുന്നത്താണ് ഈ ശിർക്കിനെ പ്രോത്സാഹിപ്പിക്കാനും അതിൽ പങ്കുകൊള്ളാനും ആ കമ്മിറ്റിയിലെ അംഗമാകാനും അതിനുവേണ്ടി വർക്ക് ചെയ്യാനും അതിനുവേണ്ടി അവന്റെ എനർജി ചെലവഴിക്കാനും അല്ല കൊടുത്ത വായു, അല്ല കൊടുത്ത വെള്ളം, അല്ല കൊടുത്ത കണ്ണ്, അല്ല കൊടുത്ത കാല്, എന്നിട്ട് സൃഷ്ടികളെ ആരാധിക്കുന്ന വിഗ്രഹാരാധകരോടൊപ്പം ശരീരം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, മനസ്സുകൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട്, അറിവ് കൊണ്ട് മുസ്ലിങ്ങളിലെ 6 മെമ്പർമാരാണ് ഒരു ക്ഷേത്ര ഉത്സവ കമ്മിറ്റിയിൽ അംഗങ്ങളായത്. ക്ഷേത്ര ഉത്സവത്തിനെതിരാണോ നാം? ഇസ്ലാം അതിനെ എതിർക്കുന്നുണ്ടെങ്കിലും അത് നടത്താനുള്ള സ്വാതന്ത്ര്യം അമുസ്ലിങ്ങൾക്കുണ്ട്. നമ്മുടെ നബിദിന മെമ്പർമാരാകാറില്ല. അതുപോലെ മുസ്ലിങ്ങൾ നടത്തുന്ന പട്ടാമ്പി നേർച്ച ഇതുപോലെ തെറ്റാണെന്ന് വിശ്വസിക്കുന്നവരാ നമ്മൾ. അതിൽ മെമ്പറാകാൻ പോലും നമുക്ക് വകുപ്പില്ല. മുസ്ലിങ്ങൾ നടത്തുന്ന നേർച്ച കമ്മിറ്റിയിൽ പോലും മുസ്ലിങ്ങൾ നാളെ പലിശക്ക് ബാങ്ക് നടത്തിയാൽ മുസ്ലിങ്ങളല്ലേ എന്ന നിലയിൽ പങ്കെടുക്കാൻ കഴിയുമോ? മുസ്ലിങ്ങൾ വേശ്യാലയം നടത്തിയാൽ മുസ്ലിങ്ങളുടേതല്ലേ എന്ന് പറയാൻ പറ്റുമോ? സാധിക്കില്ല. ഞാൻ ചോദിക്കുന്ന ഏറ്റവും വലിയ തിന്മ വിഗ്രഹാരാധനയാണെങ്കിൽ അതിൽ പങ്കുകൊള്ളുന്ന ഈ മുസ്ലിങ്ങൾ നാളെ ചാരായ ഷാപ്പിലെ മെമ്പറാകൂലേ? വേശ്യാലയത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന കമ്മിറ്റിയിലെ മെമ്പറാവില്ലേ? ഗൗരവമായി നിങ്ങൾ ആലോചിക്കണം. തീർന്നില്ല. വളരെ ഗൗരവമായ ചില വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഇത്തരുണത്തിൽ സ്നേഹപൂർവം ക്ഷണിക്കട്ടെ. ഈ സമുദായത്തിലെ, മുസ്ലിം സമുദായത്തിലെ അവസ്ഥാവിശേഷങ്ങളെ കുറിച്ച് നിങ്ങളെ അറിയിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. എന്താണ് ആ ബാധ്യത? ആ ബാധ്യതയാണ് ഞാനിവിടെ നിർവഹിക്കുന്നത്. തിരുവനന്തപുരം ഭീമാ പള്ളിയിലെ ലെറ്റർ ഹെഡാണിത്. ഭീമാ പള്ളിയിലെ ഉസ്താദും പള്ളി പ്രസിഡന്റും കമ്മിറ്റിക്കാരും ഒപ്പുവെച്ച് ആ നാട്ടിലെ ജനങ്ങളെ അറിയിച്ച ഒരു വാർത്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. മുസ്ലിങ്ങളെ, ഇത് നമ്മൾ ഗൗരവമായി ആലോചിക്കണം. പൊട്ടിക്കരയേണ്ടതാണ്. മുസ്ലിം സമുദായം തൗഹീദ് ലഭിച്ചൊരു സമുദായം, അല്ലാഹുവിന്റെ റസൂലിനെ നേതാവായി കിട്ടിയൊരു സമുദായം, വിഗ്രഹാരാധനക്കെതിരെ ശബ്ദിച്ച അമ്പിയാക്കളുടെ പാത സ്വീകരിച്ച സമുദായം, വജഅൽനാഹും അയിമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ വഔഹൈനാ ഇലൈഹിം ഫീൽ ഖൈറാത്ത്. അപ്രകാരം അമ്പിയാക്കളെ നാം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നും ആ അമ്പിയാക്കളുടെ പാത നിങ്ങൾ സ്വീകരിക്കണമെന്നും അവരുടെ വഴിയാണ് നിങ്ങളുടെ വഴിയെന്നും അവരെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നും 21-ാം അധ്യായം 73-ാമത്തെ വചനത്തിൽ പറഞ്ഞു. ഭീമാ പള്ളിയിലെ ലെറ്റർ ഹെഡിൽ എന്താണ് വാർത്ത? വായിച്ചു കേൾപ്പിച്ചു തരാം ഞാൻ. ഓർക്കണം നിങ്ങൾ, ചിന്തിക്കണം നിങ്ങൾ, എവിടെ എത്തുന്നു മുസ്ലിം സമുദായം എന്ന്. അസ്സലാമു അലൈക്കും. ബഹുമാനമുള്ള ജമാഅത്ത് അംഗങ്ങളെ, ബഹുമാനമുള്ള ജമാഅത്ത് അംഗങ്ങളെ, ഈ മാസം 18 മുതൽ 27 വരെ പൂന്തുറ ശ്രീ ശാസ്ത ക്ഷേത്രത്തിൽ മണ്ഡലം ചിറപ്പ് മഹോത്സവവും
19-ാം തീയതി മുതൽ 25-ാം തീയതി വരെ ചെറിയതുറ ഇടവകയിൽ ക്രിസ്തുമസ് ആഘോഷങ്ങളും നടക്കുന്നതായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ജമായത്തിനെ അറിയിക്കുകയും ഈ ജമായത്തിലെ അംഗങ്ങളെ പ്രസ്തുത പരിപാടികളിൽ സജീവമായി സഹകരിപ്പിക്കുന്നതിന് അവർ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഭീമാ പള്ളി എന്ന് പറയുന്ന തല ഉയർത്തി നിൽക്കുന്ന മുസ്ലിങ്ങളുടെ കേന്ദ്രമെന്ന് തെറ്റിദ്ധരിച്ച ഭീമാ പള്ളിയുടെ കമ്മിറ്റിക്ക് ക്ഷേത്ര കമ്മിറ്റി കൊടുത്ത കത്ത് എന്ത്? ക്ഷേത്ര ഉത്സവം നടക്കുകയാണ്, വിഗ്രഹാരാധന നടക്കുകയാണ്, മുഴുവൻ മുസ്ലിങ്ങളെയും ആ വിഗ്രഹാരാധനയിൽ പങ്കെടുപ്പിക്കണം, അനിസ്ലാമികതയിൽ പങ്കെടുപ്പിക്കണം, നരകത്തിലേക്കുള്ള വഴിയിൽ പങ്കെടുപ്പിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിങ്ങൾ നമ്മൾ സ്നേഹിക്കുന്ന പണ്ഡിതന്മാർ മുസ്ലിങ്ങൾ നരകത്ത് പോകുന്നതിന് അവർക്ക് വിഷമമില്ല, അവർക്ക് ദുഃഖമില്ല. അതുകൊണ്ട് തന്നെ ഭീമാ പള്ളിയുടെ ലെറ്റർ ഹെഡിൽ ജമായത്തിലെ മുഴുവൻ മുസ്ലിങ്ങളെയും അവരറിയിക്കുന്ന വാർത്ത കേട്ടോളൂ. ആയതിനാൽ ഭീമാ പള്ളി ജമായത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും ഒരൊറ്റ കുട്ടി വിട്ടുപോകരുത്. മുഴുവൻ അംഗങ്ങൾക്കും ഈ 2 ഉത്സവങ്ങളിലും ഈ 2 ശിർക്കാഘോഷങ്ങളിലും പങ്കെടുക്കാവുന്നതാണ് എന്ന് കമ്മിറ്റി ഇതിനാൽ അറിയിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുലിയാ അയ്യുൽ കാഫിറൂൻ ഒന്ന് ഓതി നോക്കണം. വല്ലാത്ത ദയനീയത, വല്ലാത്ത കഥ. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഹരിശ്രീ ജന്മഭൂമി നവരാത്രി പതിപ്പാണ് എന്റെ കയ്യിലുള്ളത്. ടി.എ. റസാഖ് എന്ന് പറയുന്ന മുസ്ലിമായ എഴുത്തുകാരൻ അതിലൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. എന്റെ അമ്മ എന്നാണ് ടി.എ. റസാഖിന്റെ ലേഖനം. ആ ലേഖനത്തിലുള്ള വരികൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു തരാം. ഹരിശ്രീ ജന്മഭൂമി നവരാത്രി പതിപ്പിൽ എന്റെ അമ്മ ടി.എ. റസാഖിന്റെ ലേഖനം. കൊണ്ടോട്ടിയിലെ തുറക്കലാണ് ടി.എ. റസാഖ് ജനിച്ചിട്ടുള്ളത്. ചന്ദ്രേട്ടന്റെ വീട് ഉദ്ഘാടനം നടന്ന ആദ്യത്തെ ദിവസം ആ ഉദ്ഘാടനത്തിന് ഗിഫ്റ്റായിട്ട്, പ്രസന്റേഷനായിട്ട് ടി. റസാഖ് ആദ്യമായി കൊടുത്തത് ഒരു നിലവിളക്കാണ്. അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. രണ്ടാമത്തത്, ഏകാഗ്രതയും ശാന്തതയും എനിക്ക് ലഭിക്കാൻ കാരണം മൂകാംബിക യാത്രകളാണ്. എന്റെ ഉമ്മയോട് പോലും ഞാൻ ഇത്രയധികം മനസ്സ് തുറന്നിട്ടില്ല. മൂകാംബിക ദേവിയുടെ നടയിലാണ് എന്റെ എല്ലാ ഭാരങ്ങളും ഇറക്കി വെക്കുന്നത്. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യേണ്ട ഒരു സമുദായം കരയണം പ്രിയപ്പെട്ടവരെ. മൂകാംബിക ദേവിയാണ് എന്റെ സിട്ടാവെന്നും അവരെയാണ് ഞാൻ ആരാധിക്കുന്നതെന്നും അവരെ മുമ്പിലാണ് ഞാൻ എന്റെ ഉമ്മയോട് പറയുന്നതിനേക്കാൾ സങ്കടം പറയുന്നതെന്ന് ടി.എ. റസാഖ് പറയുന്നത് ഒരു സുന്നി മഹല്ലിലെ മെമ്പറായിക്കൊണ്ടാണ്. കാരണം അള്ളാഹു മാത്രമാണ് സിട്ടാവ് എന്ന വിശ്വാസത്തോടെ ആരെയും വിളിച്ചു പ്രാർത്ഥിക്കാം എന്ന സമീപനമാണ് മുസ്ലിം കൈരളി വെച്ച് പുലർത്തിയത്. തീർന്നില്ല. മൂകാംബിക എന്നെ സംബന്ധിച്ചിടത്തോളം ആത്മീയ ശക്തി പ്രദാനം ചെയ്യുന്ന സ്രോതസ്സാണ്. നോക്കൂ, മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളരുകയും ഇന്ന് മുസ്ലിമായി ജീവിക്കുകയും ചെയ്യുന്ന ആളാണ്. അയാളുടെ ലേഖനത്തിൽ പറയാൻ മൂകാംബിയെ ആരാധിക്കുന്ന ഇമ്മനുഷ്യനും പറയുന്ന എന്താണ്? മുസ്ലിമായി ജനിക്കുകയും മുസ്ലിമായി ഇന്നും ജീവിക്കുകയും. അപ്പൊ ആരാ മുസ്ലിം? വിഗ്രഹത്തെ ആരാധിക്കുന്നവന് മുസ്ലിം. ടി.എ. റസാഖിന്റെ മുസ്ലിം, ടി.എ. റസാഖിന്റെ ഇസ്ലാം വിഗ്രഹാരാധനയാകുന്ന ഇസ്ലാം. ഇതാര് പഠിപ്പിച്ചോ? കേരളത്തിലെ മുസ്ലിങ്ങളിലെ പണ്ഡിതന്മാർ പഠിപ്പിച്ചതനുസരിച്ചായി ഇത്. തീർന്നില്ല. 20 വർഷം മുമ്പ് മൂകാംബിക സന്നിധിയിൽ ഞാൻ എത്തി. അന്ന് 4 ദിവസമാണ് മൂകാംബിക സന്നിധിയിൽ ഞാൻ താമസിച്ചത്. അതുപോലെ നഗരത്തിലെ തിരക്കിനിടയിൽ എനിക്ക് അസ്വസ്ഥതകൾ എപ്പോഴുണ്ടായാലും ഞാൻ മൂകാംബികയിലെത്തും. ആഴ്ചകളോളം, ചിലപ്പോൾ മാസങ്ങളോളം. ഉംറ ചെയ്യാൻ ഏതാനും മണിക്കൂർ, ഹജ്ജ് ചെയ്യാൻ 6 ദിവസം. പക്ഷേ ടി.എ. റസാഖ് എടുക്കുന്നത് ആഴ്ചകളോളം, മാസങ്ങളോളം മൂകാംബിക ദേവിയെ ആരാധിക്കാൻ. എന്റെ എല്ലാ എഴുത്തുകളും തുടക്കം കുറിക്കുന്നത് മൂകാംബികയിൽ വെച്ചായിരിക്കും. നോക്കണം, ഒരു മുസ്ലിമിന്റെ അവസ്ഥയായത് ചിന്തിക്കണം നിങ്ങൾ. അതുകൊണ്ടാണ് സ്നേഹപൂർവം മുസ്ലിങ്ങളോട് എന്ന ഈ വിഷയം തിരഞ്ഞെടുത്തത്. തീർന്നില്ല. എന്റെ എല്ലാ എഴുത്തും ഞാൻ അവിടെ നിന്ന് തുടങ്ങും. എന്റെ പേന ഞാൻ അവിടെ പൂജിക്കും. ആ പൂജിച്ച പേന കൊണ്ടാണ് എന്റെ എഴുത്ത് തുടങ്ങുക. തീർന്നില്ല. ഞാൻ എഴുതുന്ന കാഗസ്, എന്റെ പേപ്പർ, അതും ഞാൻ മൂകാംബിക സന്നിധിയിൽ പൂജിക്കും. പൂജിച്ച പേപ്പറിൽ, പൂജിച്ച പെന്നുകൊണ്ട്, പൂജിച്ചെഴുതിയ അക്ഷരങ്ങളിൽ ഞാൻ എഴുതാറുണ്ട്. തീർന്നില്ല. എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷം മൂകാംബികയിൽ അല്പസ്ഥലം കിട്ടുക, അവിടെ ജീവിച്ച് മരിക്കുക മുസ്ലിമായി എന്നാണ് അയാൾ പറയുന്നത്. സഹോദരങ്ങളെ, ഇതേത് ഇസ്ലാം? ഇതേതാണ് ഇസ്ലാം? ഇസ്ലാം ഏതാണ്?
ഇതൊന്നും പണ്ഡിതന്മാരല്ല. എന്നാൽ കേരളത്തിലെ അറിയപ്പെട്ട തല ഉയർത്തി നിൽക്കുന്ന തിരുവനന്തപുരം പാളയം പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സമഗ്ര തൗഹീദിന്റെ വക്താക്കളുടെ സ്റ്റേറ്റ് നേതാവ്, അവരുടെ സ്റ്റേറ്റ് നേതാക്കന്മാരിൽ സുന്നത്തുള്ള സമൃദ്ധമായി താടിയുള്ള ഒരേ ഒരു മനുഷ്യനെന്ന് ഞാൻ കണ്ടത്, എന്റെ കണ്ണുകൊണ്ട് കണ്ട ഒരാള് ജമാലുദ്ദീൻ മങ്കട എന്ന പാളയം ഇമാമാണ്. അദ്ദേഹം മുസ്ലിങ്ങളെ ക്ഷണിക്കുകയാണ് ഈ 2010 എങ്ങോട്ട്? വിഗ്രഹാരാധനയിലേക്ക്. ഒരു കുഴപ്പവുമില്ല, അത് വിശാല മനസ്കതയാകുന്നു എന്നാണ്. ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം, നിങ്ങൾ ഞെട്ടരുത്. എന്ത് ഞെട്ടാൻ? എല്ലാ തിന്മകളുടെ നടുവിലും ജീവിക്കുന്ന നമുക്ക് എന്ത് ഞെട്ടൽ? ഇസ്ലാം അറിഞ്ഞെങ്കിലല്ലേ ഇസ്ലാമിന്റെ പേരിൽ ഞെട്ടലുള്ളൂ. ഇതാ സാവർത്തിത്വത്തിന്റെ തീർത്ഥാടനം. ആ സെന്റൻസ് തന്നെ തലക്കെട്ട് തന്നെ തെറ്റാണ്, അനിസ്ലാമികമാണ്. സാവർത്തിത്വത്തിന്റെ തീർത്ഥാടനം, രണ്ട് മതങ്ങൾ തമ്മിലുള്ള തീർത്ഥാടനം. നോക്കണം നിങ്ങൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റേറ്റ് നേതാവ്, അദ്ദേഹത്തിന്റെ ഫോട്ടോ സഹിതം ഇംഗ്ലീഷിലുമുണ്ട് ലേഖനം, മലയാളത്തിലുമുണ്ട് ലേഖനം. ജനയുഗം ശബരിമല പ്രത്യേക പതിപ്പ് 2010. ഇതിൽ ജമാലുദ്ദീൻ മങ്കട എഴുതുകയാണ്. ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. നമ്മുടെ രാജ്യത്ത് ഹിന്ദു സഹോദരന്മാരുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിൽ എല്ലാ വർഷവും കൃത്യമായി തീർത്ഥാടനം നടക്കാറുണ്ട്. ശബരിമലയിലെ അടിവരട്ടോളിട്ടോ, ഓരോ വാക്കുകളും കാതു കുറിപ്പിച്ച് കേട്ടോളി. ശബരിമലയിലെ തീർത്ഥാടനം നടത്തുന്ന എല്ലാ സഹോദരങ്ങൾക്കും, എങ്ങനെ? ശബരിമലയിൽ തീർത്ഥാടനം നടത്തുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഈ ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പാളയം ഇമാം പറയാണെന്ത്? ശിർക്ക് ചെയ്ത് നാളെ നരകത്തിലെത്തുക എന്ന പദ്ധതി ഗംഭീരമായി നിങ്ങളുടേത് വിജയിക്കട്ടെ. സഹോദരങ്ങളെ, അദ്ദേഹം പറയണെന്ത്? അവിടുത്തെ തീർത്ഥാടനത്തിന്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ സാധിക്കട്ടെ. കള്ളുഷാപ്പിലേക്ക് പോകുന്ന ബഷീറിനോട് പാളയം ഇമാം പറയുമോ, കള്ളു കുടിച്ച് പൂക്കുട്ടിയാകാൻ നിനക്ക് സാധിക്കുമാറാകട്ടെ, ശിർക്ക് ചെയ്യാൻ അവസരമുണ്ടാകട്ടെ. മുസ്ലിങ്ങളെ, മുജാഹിദുകളില്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ ഹതഭാഗ്യവാന്മാരാകും. കേരളത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് മുജാഹിദ് പ്രസ്ഥാനം. ഒരുപാടുണ്ട്, കുറച്ചു ഭാഗങ്ങളാണ് വായിച്ചു കേൾപ്പിക്കുന്നത്. ശബരിമലയിലേക്ക് പോകുന്നവർ അതിന് സമീപത്തുള്ള വാവര് പള്ളിയിൽ പോകുന്നതും തീർത്ഥാടകർ അവിടെ സ്വീകരിക്കപ്പെടുന്നതും കേരളീയ സമൂഹത്തിൽ സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ സഹായകമാകും. ആലോചിക്കണേ നിങ്ങള്, ശിർക്കിലുള്ള സൗഹാർദ്ദം, ശിർക്കിലുള്ള ഐക്യം. സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ എന്താ? സൗഹാർദ്ദം കള്ളുകുടിയനുമായി എങ്ങനെയാ സൗഹാർദ്ദം ഉണ്ടാക്കുക? കള്ളു കുടിച്ചുകൊണ്ടാണോ? വ്യഭിചാരിയുമായി എങ്ങനെയാ സൗഹാർദ്ദം ഉണ്ടാക്കുക? വ്യഭിചരിച്ചിട്ടാണോ? ശിർക്ക് ചെയ്യുന്നവനുമായി എങ്ങനെയാ സൗഹാർദ്ദം? ശിർക്ക് ചെയ്തിട്ടാണോ? അല്ല, മാനുഷികമായ സൗഹാർദ്ദം, മാനവിക സൗഹാർദ്ദം, മതസൗഹാർദ്ദമല്ല. തീർന്നില്ല. നിങ്ങൾ ഓർക്കണം അടുത്ത വാചകം. ഇവിടെ ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും ഗേഹമായ ഒരാരാധനാലയത്തെ ഇരു സമുദായങ്ങൾക്കും കാണാൻ കഴിയുന്നു എന്നത് തന്നെ വളരെ സന്തോഷകരമാണ്. എങ്ങനെ? ഒരാരാധനാലയത്തിൽ ഇരു സമുദായവും ആരാധന നടത്തുന്നു, ശിർക്ക് ചെയ്യുന്നു എന്നത് സന്തോഷകരമായ കാര്യമാണ്. ആർക്ക്? ഈമാനുള്ള ഒരു മുസ്ലിമിന് ദുഃഖകരമാണ്. ഈമാനുള്ള ഒരു മുസ്ലിം പൊട്ടിക്കരയും, ഇയാൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. മുസ്ലിങ്ങളും ഹൈന്ദവരും ശിർക്ക് ചെയ്ത് നരകത്ത് പോകുന്നത് പാളയം ഇമാമിന് ഹാപ്പിയാണ്. ഞാൻ വെറുതെ പറയല്ല. ഇക്കഴിഞ്ഞ നോമ്പിന് ഒരു ക്ഷേത്രത്തിൽ അദ്ദേഹം നോമ്പൊറുക്കാൻ ചെന്നു. എന്നിട്ട് ആ ക്ഷേത്രത്തിലെ ഹൈന്ദവരോട് അയാൾ പറയാൻ, നിങ്ങളുടെ മതവും ഞങ്ങളുടെ മതവും ഒരേ സ്വർഗത്തിലേക്കാണ്.